അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ തിരുവചന ഭാഗം നമുക്ക് മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് കേൾക്കേണ്ടതുണ്ട്. അത് വളരെ ശാന്തമായി ഇപ്പോൾ പ്രിയപ്പെട്ടവരെ മൈക്കിൽ കൂടെ വായിച്ച് കേൾപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചാട്ടെ. പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യനത്രേ. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യന്മാരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ സുവിശേഷം എന്ത് എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം: ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ജനം തിരിയണം. അതാണ് സുവിശേഷം. അത് വളരെ കൃത്യമായി അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ആളുകളും, ഇപ്പോൾ സുജിത്തും ഷമീറും ചാക്കോയും തോമസും ഗോപാലകൃഷ്ണനും എല്ലാം ഒന്നിച്ചിരുന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു പന്തലാണ് ഇന്ന് രാത്രി ഇവിടെ ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നത് എന്നുള്ളത് പൊതുജനത്തിൻ്റെ ഇടയിൽ എല്ലാ കാലത്തും ഒരു ചർച്ചാ വിഷയമാണ്. പണ്ട് കാലത്ത് പെട്ടിക്കടയിലിരുന്ന് വിശേഷം പറഞ്ഞ കാലം പോയി. ഇന്ന് ഒരു വിരൽത്തുമ്പിൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വീട്ടിലിരുന്ന് അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലം മാറി. അതനുസരിച്ച് ആളുകൾക്ക് വളരെയധികം ഒരു വലിയ ചിന്താകുലം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ആളുകളും ഇപ്പോൾ യേശുവിൻ്റെ പിന്നാലെയാണ്. തൊഴിലുറപ്പിൻ്റെ കുടുംബം പറയും, എടി അറിഞ്ഞോടി സുമതി പെന്തിക്കോസിൽ പോയി. ആണോ? രമണിയും പോയല്ലോ. അപ്പം ഇതിങ്ങനെ ഒരു പറച്ചിലാണ്. ഇപ്പം എല്ലാവരും പെന്തിക്കോസി, അവളും പോയോ? മറ്റേ ചാക്കോ, അയ്യോ അവനും പോയി. അപ്പം എല്ലാവരും ഇങ്ങനെ പെന്തിക്കോസിൽ പോയി. തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ കൺവെൻഷന് കടന്നു ചെന്നാൽ അവിടെയുള്ള നോട്ടീസുകളിലൊക്കെ കൺവെൻഷൻ നോട്ടീസുകൾ വായിച്ചാൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, കുട്ടപ്പൻ, രാജപ്പൻ, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി ഇതെല്ലാം പാസ്റ്റർമാരാണ്. മറുഭാഗത്ത് പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, അബ്ദുൽ വഹാബ് കണ്ണൂർ, റംല തോമസ്, സൗദ ബീവി, ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം അങ്ങോട്ട് പോകുന്നില്ല. മറുഭാഗം. മൂന്നാമത്തെ ഒരു ഭാഗം ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ മാർസലിൻ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ കുറേ അച്ഛന്മാർ 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസിലോട്ട്. അപ്പം എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ലോകം ചർച്ച ചെയ്യും, എന്തുകൊണ്ട് ഈ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു. 2002 പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഭാഗ്യമുണ്ടായത്. എൻ്റെ വീട്ടിൽ ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യുമായും ഒക്കെ അടങ്ങുന്ന കുടുംബമാണ്. സാക്ഷ്യം പറയാനുള്ള സമയം പോരാ, അങ്ങോട്ട് കിടക്കുന്നില്ല. എന്നാൽ 2002 ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ചില മുഖാന്തരങ്ങളുണ്ടായി. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഏറ്റവും കൂടുതൽ എതിർത്തയാൾ എൻ്റെ ഉമ്മ ജമീല ബീവി ആയിരുന്നു. ഈ ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ടെടുത്ത് എറിഞ്ഞ് എൻ്റെ ഉമ്മ ബഹളം ഉണ്ടാക്കി. എൻ്റെ റബ്ബേ, ഇനി എന്തെല്ലാം കഷ്ടമാണോ ഇവിടെ വരാൻ പോകുന്നത്, ഏതൊക്കെ ഇബ്ലീസിനെ വിളിച്ചു കയറ്റാനാണോ ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി. എൻ്റെ ഉമ്മ കൃപയാൽ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുകയാണ് അമ്മ. 2 പെങ്ങന്മാരുണ്ട്, 2 പേരും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് പാസ്റ്ററാണ്. അവർ സുവിശേഷ വേല ചെയ്യുന്നു. 5 നേരം നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് ജീവിതം കഴിച്ച വിധവയായ വല്യുമ്മ കർത്താവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഒറ്റ വാക്കിൽ അതാണ് കുടുംബ പശ്ചാത്തലം. ഞാനും എൻ്റെ കുടുംബവും
ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി കൃപയാൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. ഓർപ്പിച്ചതുപോലെ കൺവെൻഷൻ വേദികളെക്കാൾ കൂടുതൽ ഇഷ്ടം പരസ്യയോഗങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ വിളിച്ച വിളി അറിയാത്തവരോട് അറിയിക്കുക എന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്, ദൈവശബ്ദം. അപ്പം അറിയാത്തവരോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യം അറിയാതെ കിടക്കുന്ന ജനത്തോട് പറയുക എന്നുള്ളതാണ് എൻ്റെ മേലെ ഏൽപ്പിക്കപ്പെട്ട നിയോഗം. അതുകൊണ്ട് കവലകളിൽ, തെരുവോരങ്ങളിൽ ഈ സത്യം അറിയാത്ത ജനത്തോട് പറയുമ്പോഴാണ് കുറച്ചുകൂടി ഉറക്കത്തിനൊരു സുഖം. അത് ആളുകളുടെ എണ്ണം ഒന്നും വിഷയമല്ല. എന്നോട് ചോദിച്ച പോലെ പൊതുജനത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചർച്ചയുണ്ട്, ആളുകൾ എന്തിനാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പം ഇതിൻ്റെ കാരണം പൊതുജനത്തോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള സുവിശേഷ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വേദനയോടെ ഞാനൊന്ന് പറയാം, പല സുവിശേഷ യോഗത്തിലും നോട്ടീസിൽ സുവിശേഷ യോഗം എന്ന് പേരുണ്ടെങ്കിലും ഈ പറയേണ്ട കാര്യം തൊട്ട് പറയുന്നില്ലെന്നുള്ളതാണ് വിഷമം. അതൊരു സങ്കടമാണ്. പോട്ടെ. അപ്പോൾ ഇത് പൊതുജനത്തിന് മനസ്സിലാകുന്ന പോലെ വലിയ ബഹളമൊന്നുമില്ലാതെ ശാന്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആശിക്കുന്നത്. അപ്പം ചില നാട്ടുകാർ പറയാം, നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് എല്ലാവരും ഈ പെന്തിക്കോസിൻ്റെ അകത്തോട്ട് പോകുന്നതെന്നറിയാം എന്ന് മുൻപേ വിധിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടും പുറത്തുണ്ട്. കുറ്റം പറയാൻ ഒക്കുകയില്ല, അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും, ഈ നിങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് അവർ തന്നെ കണ്ടുവച്ചിരിക്കുന്ന ചില ആക്ഷേപങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു വിടാം, പുറത്തുള്ള സഹോദരങ്ങൾ കേൾക്കുകയാണല്ലോ. ഇപ്പം ചില ആളുകൾ പറയും, ഈ പെന്തിക്കോസിൽ പോകാൻ കാരണം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ട്. അപ്പം ആളുകളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇന്ന് രാത്രി പൊതുസമൂഹം അതൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ പറയുക, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഒന്നും ആരും ജീവിതത്തിൽ നിന്നയും പരിഹാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഉണ്ടോ? നോക്ക്, എന്ന് ഈ പുസ്തകമെടുത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടവും കൂടെ പോയ ആളാണ് ഞാൻ. വല്ലതും കിട്ടിയത് ഈ അടുത്ത. ഇപ്പം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ അകത്തിരിക്കുന്ന സഹോദരിമാരോട് ചോദിച്ചാൽ പറയാം, കമ്മലും മാല ഇട്ടുകൊണ്ട് വന്നാൽ ആനുകൂല്യം തരാമെന്നിറക്കി വിട്ടിട്ടും ഇന്നും വാടകത്തുണ്ടെ കിടന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. അപ്പം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോയി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് പ്ലീസ്. ചുമ്മാ പറയുന്ന. പിന്നെ പ്രത്യേകിച്ച് അമേരിക്കക്കാരൻ്റെ മുറ്റത്തെ കൺവെൻഷൻ ആകുമ്പോൾ പൈസ എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ ഇരിക്കുമല്ലയോ, അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാം പറയും. ഇതൊക്കെ ആക്ഷേപങ്ങളാണ്. വാസ്തവത്തിൽ ഈ സമൂഹത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ആരെങ്കിലും രക്തബന്ധങ്ങൾ ഉപേക്ഷിച്ച് നിന്ന അനുഭവിച്ച് ഉപദ്രവമേറ്റ് അടിയും ഇടിയും സഹിച്ച് ചീത്തവിളി കൊണ്ട് ന്യായമായി ലഭിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുമോ? എന്തെങ്കിലും കിട്ടാനാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം വേണമല്ലോ. പണ്ട് എറണാകുളത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഈ തമാശയാ ആളുകളോടൊക്കെ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും ടോയ്ലറ്റും തരാം, കോളനിയിൽ പുകയില്ലാത്ത അടുപ്പും പിന്നെ കക്കൂസും തരാം എന്ന് അവിടെയുള്ള കോളനിക്കാരായ സാധുക്കളായ ജനങ്ങളോട് ഇയാൾ വാഗ്ദാനം വെച്ചു. രാഷ്ട്രീയക്കാരങ്ങനെ എന്തെല്ലാം വാഗ്ദാനം വെക്കാറുണ്ട്. അങ്ങനെ വെച്ച് വന്നപ്പോൾ അവിടെ കള്ളുകുടിയനായിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു പോലും. അപ്പോൾ ഈ കള്ളുകുടിയൻ അവിടെ നിന്ന് ഇത് കേട്ടിട്ട് പറഞ്ഞു, അടുപ്പ് പുകയത്തില്ലെങ്കിൽ പിന്നെ കക്കൂസ് എന്തിനാ സാറേ? അപ്പം അയാൾ കള്ളു കുടിച്ചിട്ടാണെങ്കിലും ചോദിച്ചത് ഒരു അടുപ്പ് പുകഞ്ഞില്ലേ പിന്നെ എന്തിനാ ടോയ്ലറ്റ് എന്ന് ചോദിച്ചതുപോലെ ഈ അടിയും ഇടിയും ഉപദ്രവവും നിന്നേയും സഹിച്ച് ചീത്തവിളിയും കേട്ട് ബന്ധുക്കളുടെ അടിയും കൊണ്ട് ന്യായമായി കിട്ടേണ്ടതെല്ലാം കളഞ്ഞേച്ച് ഇതിൻ്റെ അകത്ത് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഇത് ആക്ഷേപമാണ്. പിന്നെ ചില ആളുകൾ മറ്റൊരു ആക്ഷേപം പറയുന്നത് എന്താണ്? യൗമാർ ഭയങ്കര ശബ്ദം അല്ലേ? എന്നാ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? യൗമാരെ ശബ്ദം കൊണ്ട് യൗമാർ എന്തൊരു ശബ്ദമാണ്. അപ്പം നമ്മളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ആക്ഷേപമാണ് യൗമാർ ഭയങ്കര ശബ്ദമാണ്. ഇത് വല്ല കഥയുണ്ടോ? ഗുണ്ട് പൊട്ടിക്കുന്നവൻ ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കിയിട്ട് പറയുക ശബ്ദമാണ്. വല്ല കഥയുണ്ടോ? ഗുണ്ട് ഇവൻ പൊട്ടിക്കുന്നത് ഗുണ്ട്, ഈ ഓലപ്പടക്കം പൊട്ടിക്കുന്നവനെ നോക്കിച്ചാ പറയുന്നത് ശബ്ദമാണ്. വല്ല കഥയുണ്ടോ?
അപ്പം ആക്ഷേപമാണ്, ഇതെല്ലാം ആക്ഷേപിക്കുക. പിന്നെ ചില ആളുകൾ ഇച്ചിലൂടെ കയറ്റി പറയും, അത് ഇവരൊക്കെ ഇങ്ങനെ പോകാൻ കാര്യം എന്തെന്നറിയാമോ, യവന്മാരും മതം മാറ്റുന്ന ആളുകളാണ്. അങ്ങനെ കേൾക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ മതം മാറ്റുക, ഇന്നാളൊരു പെണ്ണുമ്പിള്ള ഈ TV ചാനലിലൊക്കെ വന്നിട്ട് പറയുകയാണ്, കുറേ പെന്തിക്കോസ് ഉപദേശിമാർ ഇവിടെ ഉണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. ഒരു പെണ്ണുമ്പിള്ള. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് നിങ്ങൾ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോയാൽ പോരെ? വളരെ സിമ്പിളല്ലേ? കഞ്ഞിക്കും പയറിനും വേണ്ടി ഒരുത്തൻ ഇങ്ങോട്ട് ചാടിയെങ്കിൽ മുഴുത്തൊരു കോഴിക്കാലും 1000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വരികയല്ലേ? പോവുകയല്ലേ? കഞ്ഞിക്ക് വന്നവൻ കോഴി കണ്ട പോവുകയല്ലേ? പോകും. അങ്ങനെ എത്ര എണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് പോയി? ഇനിയും ചിലത് പോകാൻ ഉണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. ഞാൻ സത്യമാണ് പറഞ്ഞേ. അങ്ങനെ എത്ര പേര് കഞ്ഞിക്ക് വന്ന് കഞ്ഞി കിട്ടിപ്പോയി, കോഴിക്ക് വന്ന് കോഴി കിട്ടിപ്പോയി, ഫ്ലാറ്റിന് വന്ന് ഫ്ലാറ്റ് കിട്ടിപ്പോയി. അങ്ങനെ പോകേണ്ടവരൊക്കെ ഇനി എന്ത് ചെയ്യും? പോകും. ഇനിയിപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ഓഫർ കൊടുക്കാം, പാസ്റ്റർമാർക്ക് പിണക്കമില്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കാം. 1000 രൂപയോ 2000 രൂപയോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മുഴുത്ത ഒരു കോഴിയോ കാണിച്ചിട്ട് ഈ പന്തലിൻ്റെ അകത്ത് കുറേ പേര് ഇരിപ്പുണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 50 എണ്ണത്തെയോ 100 എണ്ണത്തെയോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ. അതിൻ്റെ പേരിൽ നാളെ ഞങ്ങളാരും ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, മുണ്ടും മടക്കി കുത്തി കൊടി വിളിക്കത്തില്ല, ചീത്ത വിളിക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ അകത്തുനിന്ന് കോഴിക്കാലോ എന്തെങ്കിലും കാണിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ, നമുക്ക് പിണക്കം വഴക്കൊന്നുമില്ല. പക്ഷേ അതെല്ലാം കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് കാണും. ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് കാണും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേലോട്ട് കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല, മറിച്ച് മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ദൈവ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പരിസരത്ത് കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയാം, ഞങ്ങളാരും അമേരിക്കൻ പണത്തിനും കഞ്ഞിക്കും പയറിനും ഒന്നിനും വേണ്ടി വിശ്വസിച്ചിരുന്ന മതപശ്ചാത്തലം വിട്ട് യേശുവിന്റെ പിന്നാലെ തുള്ളാനിറങ്ങിയവരല്ല. പൊതുസമൂഹം അപഹാസ്യത്തോടെ കാണുന്ന, അന്യഗ്രഹ ജീവികളെപ്പോലെ കാണുന്ന, കൊട്ടിപ്പാടി തുള്ളി തുള്ളി കലപിലാന്ന് എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്ന, ആർക്കും വേണ്ടാത്തൊരു പരിഹാസ കൂട്ടമെന്ന് ലോകം കാണുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, പെന്തക്കോസ്തുകാരിയാണെന്ന് അഭിമാനത്തോടെ പരസ്യമായി ഏത് നെരുക്കോണിൽ നിന്ന് വിളംബരം ചെയ്യുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ പിറകിലുണ്ട്. ആ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആശിക്കുന്നു. അപ്പൊ ചോദിക്കും, അങ്ങനെ എന്ത് പ്രത്യേകതയാണോ ഷമീറെ ഈ ബൈബിളിനുള്ളത്? ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത പറയാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി വെളുക്കുവോളം സംസാരിച്ചാൽ തീരാത്ത പ്രത്യേകതയുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ പുസ്തകം ചുമക്കുവാൻ ഷമീർ അബ്ദുൽ സലാമിനെ പ്രേരിപ്പിച്ച 1-2 പ്രധാന വിഷയങ്ങൾ പ്രാരംഭത്തിൽ പറയാം. ഒന്ന്, ഈ പുസ്തകം പിടിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ വായിച്ചു. പലതവണ വായിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ ഒരൊറ്റ പേപ്പറിൽ പോലും ഒരു ഭാഗത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകം ചുമക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം. അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ ഇടയ്ക്കാടിനോട് പറയും, വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഈ പുസ്തകത്തിൽ ഒരൊറ്റ പേപ്പറിൽ പോലും മതം പഠിപ്പിക്കുന്നില്ല. എന്നാൽ 22 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം, ഇസ്ലാമിക സമൂഹം എന്നെ പഠിപ്പിച്ചത് മതം തന്നെയായിരുന്നു. ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ ഞാൻ കടന്നുപോയത് മതപഠനത്തിനായിരുന്നു. മതത്തിൻ്റെ 1-ാം സ്ഥാനം മതത്തിന് കൊടുത്തുകൊണ്ട് പ്രസവിച്ച പെറ്റതള്ള പോലും അതിൻ്റെ താഴെ ഉള്ളൂ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മതത്തിനു വേണ്ടി തന്നെ ജീവിക്കുവാൻ, മതത്തിനു വേണ്ടി എന്തും ഏതുമായി തീരുവാൻ
ചെറിയ പ്രായം മുതൽ ചോരത്തിളപ്പിൽ പഠിപ്പിച്ചു വളർത്തിവിട്ട് ഒരു സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ യേശത്തോട് വിളിച്ചു പറയും, വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല. ആമേൻ. 2, ഈ പുസ്തകം ചുമക്കുവാൻ പ്രേരിപ്പിച്ച രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഉപദേശി എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതൊന്നും ലോകത്തിൽ ദാ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല, ഇനി മേലാൽ സംഭവിക്കത്തുമില്ല. ഇന്ന് ഈ വർത്തമാനകാലത്ത് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആധുനികമായ സകലവിധമാകുന്ന വാർത്തകൾ ഉൾപ്പെടെ ഈ ലോകത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു വാശിക്ക് വേണ്ടിയെങ്കിലും മേടിച്ചൊന്ന് വായിച്ചു നോക്കടോ. വായിച്ചു കഴിയുമ്പോൾ നീ പറയും, ഈ പുസ്തകമാണ് സത്യം. ആമേൻ. ഒരു വാദത്തിന് വായിച്ചു നോക്ക്, വായിച്ചാൽ ഇത് ചേർത്ത് പിടിക്കും. ഞാൻ കോട്ടയത്ത് കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ അടുത്തു വന്നു കാണാൻ. അദ്ദേഹം പറഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. സന്തോഷം. എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല. കണ്ടാൽ അറിയില്ലായിരിക്കും, പക്ഷെ പറഞ്ഞാൽ അറിയും. ഞാൻ പറഞ്ഞു, എന്നാ പറ. അപ്പം അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് റാന്നി പാലത്തിൽ ഒരു ഉപദേശിയുടെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വലിച്ചു കീറി നിലത്തിട്ട് കത്തിച്ച ഒരു സുവിശേഷ വിരോധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ആ പാലം തകർന്നു പോയി, ശേഷം പുതിയ പാലം കേട്ടതാണ്. കേട്ടറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അന്ന് ആ കത്തിച്ച ആൾ ഞാനാ, ഇപ്പം ഞാനിത് ചുമക്കുവാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു വാദത്തിനെങ്കിലും വായിച്ചാൽ ഇത് ചുമക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതാത്തതൊന്നും ലോകത്തിൽ സംഭവിക്കുന്നില്ല. മൂന്നാമത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഈ പുസ്തകം പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടായി ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം ഏതു നിലയിൽ അവസാനിക്കും എന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് എവിടെ അവസാനിക്കുന്നത്? കേട്ടില്ല. വെളിപ്പാട്. എന്തിനാ അത് ചോദിച്ചെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ചില ക്രിസ്ത്യാനികൾ പറയുന്നത് വെളിപാടെന്നാണ്. അത് നല്ല വെളിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വെളിപാടല്ല ശരി, പിന്നെന്താ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഉപയോഗിച്ചിരിക്കുന്ന പദം റവലേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക, മറ നീക്കി കാണിച്ചു കൊടുക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ്. അപ്പം ഈ വെളിപ്പാടെന്ന് വരാൻ കാരണം എന്താ? വെളിപാടല്ലാത്തത് എന്താ? രണ്ടും പറയാം. സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും അത് പറയണം. നിങ്ങൾ ഇവിടെ ഈ മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് ചുമ്മാ ഒരു പരിചയത്തിൻ്റെ പുറത്തൊന്ന് ചോദിക്കണം. എടാ മമ്മദ് കുട്ടി, നിങ്ങൾക്ക് ഈ ഖുർആൻ എങ്ങനെയാടാ കിട്ടിയെന്ന് സ്നേഹത്തിൽ ചോദിക്കണം. വഴക്കിടാനൊന്നും പോകരുത്, സ്നേഹത്തിൽ ചോദിക്കണം. എടാ അറിയാൻ വേണ്ടിയാ എങ്ങനെ കിട്ടിയ? അപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞുതരും, അതെ ഞങ്ങൾക്ക് ഒരു പ്രവാചകനുണ്ടായിരുന്നു, നബി തിരുമേൽ. അദ്ദേഹം ഒരിക്കൽ ഈറാ ഗുഹയിൽ ധ്യാനത്തിനായിട്ട് പോയി ഇരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിനൊരു തോന്നൽ ഉണ്ടായി. അദ്ദേഹം കണ്ണു തുറന്ന് അവിടെ ഇവിടെ നോക്കിയിട്ട് ആരെയോട്ട് കാണുന്നുമില്ല, പക്ഷെ സംസാരിക്കുന്ന പോലെ തോന്നുന്നുമുണ്ട്. അപ്പോൾ പേടിച്ചോടി വീട്ടിൽ ചെന്നു. ഖദീജ ഭാര്യയുടെ മടിയിൽ ചെന്ന് വിറച്ചു പനി പിടിച്ചെന്നാണ് ചരിത്രം എഴുതി വെച്ചേക്കുന്നത്. അപ്പം പേടിച്ചു. അപ്പോൾ ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, മനുഷ്യ അത് ദൈവമാണ് ദൂതനാണ് സംസാരിക്കുന്നത്, മലക്ക്, അതുകൊണ്ട് നിങ്ങൾ പോയി കേട്ടേച്ചു വാ എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിവിട്ടു. അങ്ങനെ പോയി വീണ്ടും പുള്ളി ഇതിരുന്ന് കേട്ടു എന്ന് അവർ പറയുന്ന കാര്യമാണേ. അങ്ങനെ ഇരുന്ന് കേട്ടപ്പോൾ ഈ പുള്ളിക്ക് എഴുത്തും വായനയും അറിയാത്ത ആളാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഈ കേട്ടത് മനഃപ്പാടമാക്കിയിട്ട് പിന്നീട് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഖലീഫമാരെ ഇരുത്തി, എഴുത്തും വായന അറിയുന്നവരെ ഇരുത്തി പറഞ്ഞു കൊടുത്ത് അന്ന് അവർ കല്ലിലും ഓലത്തണ്ടിലും പാറ കഷ്ണങ്ങളിലും ഒക്കെ കുറിച്ച് വെച്ച് പിന്നീട് ഉമറിൻ്റെ ഭരണകാലത്ത് ക്രോഡീകരിക്കപ്പെട്ട് ഗ്രന്ഥരൂപത്തിൽ ഇങ്ങോട്ട് തന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകൻ ഉണ്ടായ വെളിപാട് എന്താണ്? വെളിപാടാണ് ഇത് എന്നവർ പറയും. വഴക്കൊന്നുമില്ലേ? ചുരുക്കി പറഞ്ഞാൽ എന്താ വെളിപാട്? സംസാരം കേട്ടു ആള്
കണ്ടില്ല. ഇനി യോഹന്നാനോട് ചോദിക്കും, യോഹന്നാനെ താങ്കൾ കണ്ടത് വെളിപാടാണോ അതോ വെളിപ്പാടാണോ? യോഹന്നാൻ പറയും, കർത്തൃ ദിവസത്തിൽ തകർത്ത ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ലെന്നല്ല, മറിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, രാജമുടി ധരിച്ചവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. അതായത് വെളിപ്പാട് കാണിച്ചു കൊടുത്തു, പ്രദർശിപ്പിച്ചു. അതാണ് വെളിപ്പാട്. അതുകൊണ്ട് പാരമ്പര്യം പറഞ്ഞ ക്രിസ്ത്യാനി മേലാ വെളിപാടെന്ന് പറയരുത്, വെളിപ്പാട്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പ്രദർശിപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണിച്ചു കൊടുത്തു കർത്തൃ ദിവസത്തിൽ. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയോട് ഒന്നും കൂടെ കയറ്റി പറയാം, വീട്ടിൽ യേശുവിൻ്റെ പടം വെക്കാൻ വല്ല മോഹമുണ്ടെങ്കിൽ ഈ യോഹന്നാൻ പറഞ്ഞു വച്ചിരിക്കുന്ന പോലെ ആ വർണ്ണനകളുണ്ടല്ലോ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, പെരുവെള്ളത്തിൻ്റെ അരച്ചിൽ പോലെ ശബ്ദം, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്, രാജമുടി, വെള്ളോടിന് സദൃശമുള്ള ഇങ്ങനെ ഒരുത്തനെ ഇരുത്തി വരച്ച് ആഗ്രഹം തീർക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്നും അല്ലാതെ ഈ പഴയ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളൊട്ടിയ യേശുവിനെ വെച്ച് കർത്താവിനെ അപമാനിക്കരുത്. ഇല്ലേ? പഴയ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവള് കൊട്ടി തേഞ്ഞിരിക്കുന്ന യേശു, അത് 8 പടത്തിൽ 8 യേശു. ഏതാ ഒറിജിനലെന്ന് ഇവനും അറിയത്തില്ല. അതുകൊണ്ട് വെറുതെ അപമാനിക്കരുത്. വെക്കാൻ നിർബന്ധമുണ്ടെങ്കിൽ വരയ്ക്കാൻ തൻ്റെ ഉള്ളവനുണ്ടെങ്കിൽ വെളിപ്പാട് ദിവസം തുറന്നു വെച്ചൊന്ന് വരയ്ക്കാൻ പറ, കാണട്ടെ. അപ്പം അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന വിശുദ്ധ ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. ഇങ്ങനെ ഈ പുസ്തകം ചുമക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിലേക്ക് പോയാൽ വിഷയം മാറിപ്പോകും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഈ കഴിഞ്ഞ 22 വർഷത്തോളമായി ഈ പുസ്തകം ചുമക്കുവാൻ, ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. എന്താണ് ഈ പുസ്തകം ലോകത്തോട് വിളിച്ചു പറയുന്ന ആപ്തവാക്യം? സകല മനുഷ്യനും ജീവനുള്ള ദൈവത്തെ അറിയണം. ഇത്രയേ ഉള്ളൂ. ഇപ്പം ചില ആളുകൾ ചോദിക്കും, ഈ ഉപദേശിമാരെ എവിടെ മൈക്ക് കൊടുത്താൽ യുവന്മാർ പറയും ജീവനുള്ള എന്നാ ജീവനില്ലാത്ത ദൈവമുണ്ടോ? ജീവനില്ലാത്ത ദൈവം. അതിനിപ്പോൾ നമ്മൾ മറുപടി ഒന്നും പറയണ്ട, അതൊന്നും നമ്മുടെ ജോലിയല്ല. ജീവനില്ലാത്ത ദൈവം അത് നമ്മുടെ വിഷയമല്ല. പണ്ട് യേശുദാസ് പണ്ടേ പാടി വിട്ടതാ അത്, അല്ലേ? കണ്ണു തുറക്കാത്ത നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ ഇനി പറയണ്ട. അപ്പം ഇവിടെ പറയുന്ന പുസ്തകം പറയുന്നത് ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ്. അപ്പം ജനം ജീവനുള്ള ദൈവത്തെ അറിയണം, അതാണ് സുവിശേഷം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വ്യർത്ഥകാര്യങ്ങളെ വിട്ടുകളയണം. കേൾക്കുന്നുണ്ടോ? അപ്പം ഇന്ന് രാത്രി ദേശത്തോട് പറയാനുള്ള സന്ദേശം ഇത്രയേ ഉള്ളൂ. പുരുഷന്മാരെ അഥവാ മനുഷ്യന്മാരെ, നിങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകളയണം. 2, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ഇതാ ഇന്ന് രാത്രി പറയാൻ പോന്നേ. സന്തോഷമുണ്ടോ? അപ്പം എന്താ ഈ വ്യർത്ഥമായ കാര്യം? അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഓടിപ്പോകാം. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നടന്ന സംഭവം എന്താണെന്ന് ഒന്ന് പഠിക്കാം. വായിച്ചേ കുഞ്ഞേ. 14-ന്റെ 1 മുതൽ. മൈക്ക് ഓൺ ചെയ്യുമോനെ. ഇക്കൊന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും ഏവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. നിൽക്കട്ടെ മോനെ, ഈ കാര്യം പുറത്തുള്ളവർക്ക് ഈ പുസ്തകത്തിലെ പ്രയോഗങ്ങൾ അറിയാത്തതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഈ അവര് ഒരുമിച്ച് ഇക്കോന്യ എന്ന പട്ടണത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അടൂര്, പത്തനംതിട്ട, കോട്ടയം എന്ന് പറയുന്ന പോലെ ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വരുന്നു. അവർ വന്നിട്ട് ഞങ്ങളൊക്കെ പണ്ട് ക്രിസ്ത്യാനിയാന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അണ്ണന്മാരെ പോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് പറഞ്ഞ് നടക്കുന്ന യഹൂദന്റെ പള്ളിക്കകത്ത് കയറി യേശുക്രിസ്തുവാണ് രക്ഷകനെന്ന് പ്രസംഗിച്ചു. അതാ സംഭവം. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്ക്. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അപ്പൊ ഈ ദൈവദാസന്മാർ യേശുക്രിസ്തു എന്ന മശിഹയെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർ അവനിൽ വിശ്വസിച്ചു. വിശ്വസിക്കാത്ത ആളുകൾ എന്ത് ചെയ്തു? നിങ്ങൾ കേട്ടായിരുന്നോ? വിശ്വസിക്കാത്ത യഹൂദന്മാര്, പാരമ്പര്യക്കാർ എന്ത് ചെയ്തു? അവിടെയുള്ള മറ്റു വിജാതീയരായ ആളുകളുടെ മനസ്സ് ദൈവദാസന്മാരുടെ നേരെ ഇളക്കി വിട്ടെന്ന്. കുത്തിത്തിരിപ്പ്.
ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല, അന്നേ ഉണ്ട്. മനസ്സിലായോ? ഞാൻ കോട്ടയത്തിനടുത്ത് അരമന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, ദേവലോകം, അറിയാവോ? അവിടെ ഇതേപോലെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി 2-ാം ദിവസം. അപ്പം ഞാൻ സംഘാടകരോട് ചോദിച്ചു, പുറത്ത് കേൾക്കുന്ന സംവിധാനം ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു 4 കോളാമ്പി 4 ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഒരെണ്ണം അഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെ ഒരെണ്ണം അഴിച്ചേ? അന്നേരം പറഞ്ഞു, അത് ഈ പള്ളിയുടെ നേരെ, അരമനയുടെ നേരെ ഇരുന്നതാണ്. അപ്പോൾ 1-ാം ദിവസത്തെ ദേവദാസൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതൻ, യേശുവിൻ്റെ പുരോഹിതൻ എന്ന് പറയപ്പെടുന്ന പുരോഹിതൻ സംഘാടകരെ ഫോണിൽ വിളിച്ചേച്ച് പറയുകയാണ്, ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന കോളാമ്പി അഴിക്കുന്നുണ്ടോ അതോ ഞാൻ ഇവിടുത്തെ BJP-ക്കാരെ അങ്ങോട്ട് വിടണോ എന്ന്. ഇപ്പം ഇവൻ ആരാ മോൻ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നേരെ പറയാൻ പറ്റത്തില്ല, നാളെ കാണണ്ടേ അല്ലയോ അച്ചായനെ. അതുകൊണ്ട് മെറ്റവന്മാരെ കുത്തി ഇളക്കി കുത്തിത്തിരിപ്പ്. ഇതുപോലെ അനുഭവം എനിക്കുണ്ട്. പൂപ്പള്ളി, ആലപ്പുഴ പിന്നെ കുട്ടനാട് റോഡിലെ പൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കവലെ പരശോകം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ഉണ്ട് നമ്മുടെ ജോമോനും കൂട്ടരും ഒക്കെ ഉണ്ട്. പപ്പറ്റ് ഷോ നടത്തിയ ശേഷം ഞാൻ പ്രസംഗിക്കുക അവിടെ. ആ സംഭവത്തിൽ ഞാനവിടെ മദ്യം, ലഹരി തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കള്ളുകുടിയൻ ഈ മദ്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പുള്ളിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പോൾ പുള്ളി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പല്ലും കിരിച്ച് നിൽക്കുക. അപ്പോൾ അത്രയും ആളുകൾ, ലോഡിങ്ങുകാർ, ഓട്ടോക്കാർ, മറ്റുള്ള ആളുകൾ, കടക്കാരെല്ലാം ഇറങ്ങി ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇത്രയും ആളുകൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഇയാൾക്ക് രംഗത്തോട്ട് വരാനൊരു മടി, എന്നാൽ കലിപ്പ് അങ്ങനെ കയറുന്നുമുണ്ട്. അപ്പോൾ പുള്ളി, ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ പുള്ളി എന്നാ ചെയ്തെന്നറിയാമോ? ആദ്യം അവിടെ ചെന്ന് ഈ ഓട്ടോക്കാരെ ഒന്ന് ഇളക്കി പിമ്പിരി കയറ്റി പറയുന്നുണ്ടോ അത് ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പോൾ ഓട്ടോക്കാർ തലക്കെട്ട് തട്ട് കൊടുത്തിട്ട് പോടാ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞ് തട്ടി വിട്ടു, ഏറ്റില്ല. അപ്പോൾ പിന്നെ നേരെ ഒന്ന് ലോഡിങ്ങുകാരെ കുത്തി, അവരും തട്ടി അങ്ങ് വിട്ടു പോടാന്ന് പറഞ്ഞു. പിന്നെ അതിലെ കടക്കാരെ ചെന്നൊന്ന് ഇളക്കി നോക്കി, അവരും അങ്ങോട്ട് ഏറ്റില്ല. അവസാനം പുള്ളി വേറൊരു വഴി കൂടെ നടന്നങ്ങ്. അപ്പോൾ ഇതുപോലെ ഇളക്കുന്നവന്മാരുണ്ട്. 2 അടിച്ചിട്ട് പാമ്പായിട്ട് ഓടെ കിടക്കുന്നവനെ കുത്തും. ലവന്മാർ പറയുന്നത് കേട്ടോടെ ഇളക്കും. അവന് മൂപ്പിക്കുന്നവന്മാർ എല്ലാ കാലത്തും ഉണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ഈ മൂപ്പിക്കുന്നവന്മാരെല്ലാം കൂടെ ഇളക്കി വെച്ച് അവിടെയുള്ള വിജാതിയുടെ മനസ്സ് ദൈവദാസന്മാരുടെ നേരെ ഇളക്കി പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു മോനെ? വായിച്ചേ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ട്. പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാരുടെ ലക്ഷണം ഈ മൂപ്പിക്കലൊന്നും കണ്ട് അവിടുന്ന് ഓടുന്നവരല്ല. അവരവിടെ തന്നെ പാർത്തു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാരുടെ ലക്ഷണമാണ്. ഓലപ്പാമ്പൊന്നും കണ്ട് അവരാരും ഓടത്തില്ല. മെനഞ്ഞാന്ന് എനിക്കും വന്നൊരു ഓലപ്പാമ്പ്. പോട്ടെ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും കണ്ട് ദൈവാത്മാവുള്ളവൻ കുലുങ്ങത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വളരെ കാലം അവിടെ പാർത്ത് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അടുത്ത വാക്ക്, അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വരം നൽകി. എന്നാൽ പട്ടണങ്ങളിലെ ജനസമൂഹം ഭിന്നിച്ച്. അപ്പൊ അവിടെ അത്ഭുതം അടയാളമൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് പട്ടണത്തിലെ ജനം ഭിന്നിച്ചിട്ട് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അപ്പൊ അങ്ങനെയുണ്ട്. ഇവർ പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ജനം, അതിൽ ഒരു കൂട്ടം ആളുകൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പക്ഷത്തായി, ഒരു കൂട്ടം ആളുകൾ എതിർക്കുന്നവരുടെ പക്ഷത്തായി. ഇന്നും അങ്ങനെ ഉണ്ട്, അന്നും അങ്ങനെ ഉണ്ട്. ഒരനുഭവം, തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റം പാലോടിനടുത്ത് പെരിങ്ങമല, അവിടെ ഞാൻ ബസ് സ്റ്റോപ്പിൽ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞങ്ങളുടെ സഹോദരൻ ജയദാസ് പാടുന്നു. അപ്പോൾ ഒരു കുടിയൻ ചേട്ടൻ അവിടെ വന്ന് നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നു. പാട്ട് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ മൈക്കെടുത്തപ്പോൾ എൻ്റെ നേരെ മുമ്പേ നിന്നുകൊണ്ട് ഇങ്ങനെ പള്ളു വിളിക്കുന്നു. ഇങ്ങനെ ഞാനൊന്ന് പറയുമ്പോൾ പുള്ളി ഒന്ന് ഇങ്ങോട്ട് പറയുന്നു. അങ്ങനെ കുറേ. ഇപ്പം നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിങ്ങനെ പ്രസംഗിക്കുക. കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ആ നാട്ടിലെ കുറേ ചെറുപ്പക്കാർ, ഓട്ടോക്കാരെല്ലാം ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ഈ ഷോ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്ന് ഇവനെ പിടിച്ച് പൊക്കിയെടുത്ത് മതിലെ കൊണ്ട് ചേർത്ത് നിർത്തിച്ച് പറഞ്ഞു, എടാ മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറഞ്ഞു. അവരെന്നാ ചീത്ത വല്ലതാണോ വിളിച്ച് പറയുന്നത്? നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്, നിനക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, ഇനി നീ മിണ്ടിയാ നിന്നെ പൊക്കിയെടുത്ത് അപ്പുറത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മര്യാദയ്ക്ക് ഒരിടത്ത് പോയങ്ങ് ഇടും. അപ്പോൾ ഇതങ്ങനെയാണ്. അപ്പം എല്ലാ സ്ഥലത്തും ബോധമുള്ളവരും ഉണ്ട്, ബോധമില്ലാത്തവരും. പറയട്ടെ, അവർ ചീത്തയൊന്നും അല്ലല്ലോ വിളിച്ച് പറയുന്നത്, കേക്ക് എന്ന് പറഞ്ഞു.
അപ്പം എന്നതുപോലെ ഒരു കൂട്ടം ദൈവദാസന്മാരുടെ പക്ഷത്തായി, ഒരു കൂട്ടം എതിർക്കുന്നുണ്ട്. പക്ഷേ ഇതാ അവിടുത്തെ സംഭവം. എന്നിട്ട് എന്ത് സംഭവിച്ചു? വായിച്ചേ. അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളിലും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ നിൽക്കട്ടെ, ആർക്കെതിരെ? നിങ്ങൾ പറ, ഏത് ദൈവദാസന്മാർക്കെതിരെ? യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ട്രോഫി അപമാനം, കല്ലേറ്, അക്രമം. പിടികിട്ടിയോ? അല്ലാതെ കർത്താവിനെ കൊട്ടൻ ചുക്കാതിക്കാരനാക്കുന്നവനൊന്നും ഇതില്ല. എന്നാ മിണ്ടാത്തെ? കർത്താവിനെ കൊട്ടൻ ചുക്കാതിക്കാരനാക്കുന്നവന്മാരുണ്ടല്ലോ, ഈ കൊട്ടാരക്കര അടൂരൊക്കെ ഉണ്ടല്ലോ. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്. ചേച്ചിയുടെ കഷണ്ടിയിൽ ഇതാ മുടി കിളിർക്കുന്നു. ഓ, യേശു ഇപ്പം തന്നെ പല്ലിൻ്റെ പോടടയ്ക്കുകയാണെന്ന് പറയുന്ന ഈ താരവും തങ്കും ഇവന്മാരൊക്കെ ഉണ്ടല്ലോ. ഇവന്മാർക്കൊന്നും ഈ അക്രമവും കല്ലേറും അപമാനവും ഇല്ല. ഉണ്ടോ? നിങ്ങൾ പറ. ഒരു വിഷയമില്ല, അവരൊക്കെ നല്ല ടോപ്പിലാണ്. എന്നാൽ പ്രാണൻ വകവെക്കാതെ യേശുവല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് ഈ കേരളക്കരയിൽ പ്രസംഗിക്കുന്ന സത്യസുവിശേഷന്മാരെ ഒന്ന് നിങ്ങൾ നോക്ക്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പോയ വഴിയിലൂടെ അവരും പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ട്രോഫിയാണ് കിട്ടുന്നത്. അപമാനം വല്ല കുറവുണ്ടോ അപമാനത്തിന്? എന്നാ ഉണ്ടാത്ത നിങ്ങളാരും? പുസ്തകത്തിലെ ശിഷ്യന്മാർ നേരിട്ടതാ ഞാൻ പറഞ്ഞേ. കർത്താവിനെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന കള്ളന്മാർക്കൊന്നും അത് നേരിടണ്ട. കർത്താവിൻ്റെ സത്യസന്ധമായി സുവിശേഷം വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ. പെന്തക്കോസ്തിൻ്റെ ചരിത്രം പഠിക്കും. പിതാക്കന്മാരൊക്കെ കടന്നുപോയ വഴി എന്താ വഴി? കിടക്കാനൊരിടമില്ലാതെ, കഴിക്കാൻ വാട്ടുകപ്പ പോലും ഇല്ലാതെ ഈ പുസ്തകത്തിന് വേണ്ടി നിന്ന ചരിത്രമാണ് ഇതിൻ്റെ പിറകി കിടക്കുന്നത്. ആമേൻ. അല്ലാതെ വെയ് രാജാ വെയ് ഒന്ന് വെച്ച 10 പറയുന്ന പരിപാടിക്കിറങ്ങിയവരല്ല കർത്താവിൻ്റെ അഭിഷിക്തന്മാർ. ഭൗതികം ഒന്നും കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. വല്ലതും കിട്ടിയ ബോണസായിട്ട് മേടിച്ചോ, ബോണസ്. പിണറായി സഖാവ് പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് നിങ്ങളിൽ ഒരാളെ ഒന്ന് ക്ഷണിച്ചു എന്ന് വെച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ വൈകുന്നേരത്ത് ഒരു ചായ കുടിക്കാൻ ക്ഷണിച്ചു. അപ്പം നിങ്ങളവിടെ പോയി. അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് ചായയുടെ കൂടെ പിന്നെ ഉണക്ക ചെറിയ ബിസ്ക്കറ്റൊന്നും അല്ലല്ലോ തരുന്നത്. അവർ നല്ല അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ അതുപോലുള്ള നല്ല സംഗതികളൊക്കെ വെച്ച് നിങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു വന്നു. നിങ്ങൾ നാളെ ഈ ലോകം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അണ്ടിപ്പരിപ്പിനെ കുറിച്ചാണോ, മുഖ്യമന്ത്രി എന്നെ ക്ഷണിച്ചെന്നാണോ? ഏതാ പറയുന്നത്? പറ. മിണ്ടുന്നില്ല ആരും. എടാ, അവിടുന്ന് കിട്ടിയ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും അല്ല പറയുന്നത്. മുഖ്യമന്ത്രി എന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ചായ കുടിക്കാൻ. അതാണ് പവർ. ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതാണ് പദവി. അതിൻ്റെ കൂടെ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ചായ കുടിച്ച് ബദാമും ചവച്ചേച്ച് അത് നാളെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ വിളിക്കപ്പെട്ടത് എവിടാണെന്ന് തിരിച്ചറിഞ്ഞാൽ വിളിച്ചതിൻ്റെ പദവി മനസ്സിലാകും. മനസ്സിലായോ? അല്ല, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞാൽ ആ ദൈവം തരുന്ന നന്മകൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ പറ്റും. പക്ഷേ ആ തരുന്ന നന്മയല്ല വിഷയം, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതാണ് വിഷയം. അതിന് ഇമ്പോർട്ടൻ്റ് കൂടെ. അല്ലാതെ ബിസ്ക്കറ്റും ചായയും കുറിച്ച് പ്രസംഗിച്ച് നടക്കുക. ഓ കർത്താവ് ബിസിനസ് തകർച്ചയോ, ഭാരപ്പെടണ്ട ബിസ്ക്കറ്റ് കഴിക്കാൻ. ഹല്ലേലൂയ. അപ്പം കല്ലെറിയുവാനും അപമാനിക്കുവാനും ആക്രമിക്കുവാനും പ്ലാൻ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ അവർ മനസ്സിലായി അക്രമത്തിൻ്റെ മാർഗം നമുക്കുള്ളതല്ല. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. പരസ്യമായി സമൂഹത്തോട് നമുക്ക് പറയാൻ സാധിക്കും, പെന്തക്കോസ്ത് സമൂഹം അക്രമത്തിൻ്റെ മാർഗക്കാരല്ല. പ്രാർത്ഥിക്കുന്ന സമൂഹം ദേശത്തിനൊരു അക്രമം ഉണ്ടാക്കുന്നില്ല. ഇല്ല. പണ്ട് നമ്മുടെ ഒരു കൂട്ട് ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പെന്തക്കോസ്ത് സഭകളിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു പേനാക്കത്തി പോലും കിട്ടാത്ത പള്ളി ഉണ്ടെങ്കിൽ പെന്തിക്കോസുകാരുടെ പള്ളിയായിരിക്കും. അക്രമത്തിൻ്റെ മാർഗമില്ല. നമ്മൾ ആക്രമിക്കുന്നവരല്ലെന്ന് നമ്മളെക്കാൾ നന്നായി അറിയുന്നത് പഞ്ചായത്തിലെ അണ്ണന്മാർക്കാണ്. ഇല്ലേ? അതിനാ മനസ്സിലായില്ല അല്ലേ? ഈ അടുത്ത സമയത്ത് ഈ ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പാട്ടുപാടി ഈ രോഗികളെ സഹായിക്കുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ ഒരു കുരിശടിയുടെ അവിടെ വന്ന് യേശുവേ എന്ന് പാടി.
അപ്പം ആ ജംഗ്ഷനിൽ ഈ കേട്ടോണ്ട് നിന്ന കുറച്ച് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വന്ന് ഇവരെ തല്ലി. അപ്പം ഇവർ 8-10 പിള്ളേരുണ്ടായിരുന്നു. ഇവരുടെ ദേഹം നൊന്നപ്പം ഇവർ എല്ലാം കൂടെ തിരിച്ച് വലിച്ചു വാരി അറിഞ്ഞും പറഞ്ഞും തല്ലി. അപ്പം പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. 2 കൂട്ടരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ചോദിച്ചു, എന്നാടാ തല്ലുണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാട്ട് പാടിയ പയ്യന്മാർ പറഞ്ഞു, സാറേ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരാണ്, ഞങ്ങൾ കുരിശടിയുടെ അവിടെ വരുമ്പോൾ യേശുവേ എന്ന് പാടും, ക്ഷേത്രത്തിൻ്റെ അവിടെ വരുമ്പോൾ ഭക്തിഗാനം പാടും, മുസ്ലിം പള്ളിയുടെ അവിടെ ചെന്ന മാപ്പിളപ്പാട്ട് പാടും, ഞങ്ങൾ പണം പിരിച്ച് ഈ രോഗികൾക്ക് വേണ്ടി സഹായിക്കുന്നവരാണ്. ഞങ്ങൾ അവിടെ വന്ന് യേശുവേ എന്നൊന്ന് പാടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യമില്ലാതെ ഇവന്മാർ വന്ന് തല്ലി. ഞങ്ങൾ പിറന്നൊന്നപ്പം തിരിച്ച് തല്ലിപ്പോയി സാറേ. അപ്പോൾ പോലീസുകാർക്ക് ദേഷ്യം വന്നിട്ട് തിരിച്ച് മറ്റവന്മാരോട് ചോദിച്ചു, അതിനാടാ അവർ പാടിയപ്പോൾ നീ എന്തിനാടാ പോയി തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ തല്ലിയവൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞ കേൾക്കണോ, അവർ പറയണേ, പാസ്റ്റർമാരാന്ന് ഓർത്ത് തല്ലിപ്പോയതാ സാറേ എന്ന്. അബദ്ധം പറ്റി. പുള്ളി വിചാരിച്ച് പാസ്റ്റർമാരാണെ തിരിച്ച് കിട്ടൂലായിരുന്നു, അബദ്ധത്തിൽ ചെന്ന് കയറി കൊടുത്താ. അപ്പം നമ്മൾ തിരിച്ചടിക്കാത്തവരാണ് നമ്മളെക്കാളും നല്ലപോലെ അറിയുന്ന ആർക്കാ? ഈ പഞ്ചായത്തിലെ പിള്ളേർക്ക്. അതുകൊണ്ടല്ലേ അവർ ധൈര്യത്തോടെ നമ്മളെ കുത്തിന് പിടിക്കാൻ വരുന്നേ. വേറെ വല്ലവരും പോയി പിടിച്ചാൽ വലിച്ചു വാരി ഭിത്തിയിലടിക്കും. അതുകൊണ്ട് അങ്ങനെ പിടിക്കാൻ തോന്നുന്നെങ്കിൽ ധൈര്യമായിട്ട് പോരെ, ഞങ്ങൾ റെഡിയാണ് കൊള്ളാൻ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അക്രമത്തിൻ്റെ മാർഗം നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, അടുത്ത വാക്ക്, അവരത് ഗ്രഹിച്ചു. ലുസ്ത്ര, ദെർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ഓടിപ്പോയി. അപ്പൊ അവര് ആക്രമിക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞു, നമുക്ക് അക്രമത്തിന്റെ വഴി ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറിപ്പോകാമെന്ന് പറഞ്ഞ് അവർ മറ്റു പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നിട്ട് കപ്പലണ്ടി കച്ചവടം നടത്തിയെന്നാണോ? പിന്നെ എന്നാ വായിച്ച മോനെ? ഓടിപ്പോയി സുവിശേഷം അറിയിച്ചു പോന്നു. അപ്പം പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാരുടെ ലക്ഷണം, അവരെ എവിടെ കൊണ്ടിട്ടാലും അവർ സുവിശേഷം പറഞ്ഞോളും. ദൈവദാസന്മാർ പണങ്ങല്ല കേട്ടോ, ഒരു സത്യം പറയാം. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരെ ഏത് ഉഗാണ്ടെ കൊണ്ടിട്ടാലും അവർക്കറിയാം എന്നെ വിളിച്ച വിളി സുവിശേഷം പറയാനാ. അവരെ എവിടെ കൊണ്ട് കളഞ്ഞാലും അവരവിടെ സുവിശേഷം അറിയിക്കും. അത് പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ്റെ ലക്ഷണമാണ്. ഇനി അല്ലാത്തവൻ്റെ ലക്ഷണം നിങ്ങൾക്കറിയാവോ? അല്ലാത്തവൻ്റെ ലക്ഷണം, സ്ഥലം മാറ്റിയാലും ഇവൻ പോവില്ല. അതാവശ്യം. ഉടുമ്പ് പിടിച്ച് കിടക്കണ പോലെ ഇവൻ കിടക്കും. സ്ഥലം മാറ്റം പോത്തില്ല. പിന്നെ പോലീസിനെ വിളിച്ചു, കമ്മിറ്റി കൂടി, ബഹളമായി. എന്ന് വെച്ചാൽ ഇവൻ ജഡീകനാണ്. എന്നെ ആരും മിണ്ടാത്ത. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പിണങ്ങല്ലേ. എൻ്റെ ദൈവദാസന്മാരെ, എൻ്റെ കൂട്ടുവേലക്കാരെ ഞാൻ പറയാം, നിങ്ങളെ വേലക്ക് വിളിച്ചോ ദൈവമാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ആരെവിടെ കൊണ്ട് കളയട്ടെ, നിങ്ങളെ കൊണ്ടിട്ടേക്കുന്നിടത്ത് സുവിശേഷം പറ, ദൈവം നോക്കിക്കോളും. ബാക്കി ചുമ്മാ തിയോളജി പറഞ്ഞല്ല, എൻ്റെ അനുഭവം പറഞ്ഞു. ഒരു സംഘടനയല്ല സുവിശേഷ വേല ഏൽപ്പിച്ചത്, സ്വർഗത്തിലെ ദൈവമാണ്. ചുമ്മാ അത് പറയാനായിട്ട് റോഡിലിറങ്ങി നിന്ന് കൊടുക്കാവോ, ബാക്കി ദൈവം നോക്കിക്കോളും. ഒരു ഡിഗ്രിയും ഒരു കഴിവും ഒന്നും സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ട. നിന്ന് കൊടുക്കാൻ തയ്യാറാണോ? അല്ല, സ്ഥലം മാറ്റിയാൽ അട്ട പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കരുത്. വിട്ട് പോ, കർത്താവിൻ്റെ വേല ചെയ്യും, നിത്യതയിൽ പ്രതിഫലം ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവരവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? കാതലായ വിഷയത്തിലോട്ട് കയറി. ശ്രദ്ധിച്ചോ എന്ത് സംഭവിച്ചു? ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. ശ്രദ്ധിച്ചേ, പൗലോസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ട് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നു. അവൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, ശ്രദ്ധിച്ചേ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ പൗലോസ് ശ്ലീഹ ഒന്ന് നോക്കിയപ്പോൾ പൗലോസ് ശ്ലീഹയുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുത്തു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിശ്വാസം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ദാസന് മനസ്സിലായി. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ഒരു മർമ്മം ഞാൻ പറയാം.
ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി സൗഖ്യമായും വിടുതലായും അത്ഭുതമായും ഒക്കെ വെളിപ്പെടാൻ കാരണം സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ കൃപാവരത്തിൻ്റെ മിടുക്കും കഴിവുമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ വിശ്വാസത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ തിരിച്ചറിവ് ദൈവമക്കൾക്ക് വേണം. ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈ പ്രസംഗകൻ എങ്ങാണ്ട് എറിഞ്ഞു കൊടുക്കുന്നതാണ് സൗഖ്യമെന്നാ. അല്ലല്ലല്ല അല്ല. ഇന്നാൾ ഒരു വട്ട് പിടിച്ചവൻ പറഞ്ഞു കേട്ടു, വീട് വേണോ, ഇതാ എൻ്റെ പോക്കറ്റ് നിറയെ വീടാ, എന്നാ പിടിച്ചോന്ന്. എന്നൊക്കെ വട്ട് കയറി നടക്കുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ഇതൊന്നും പ്രസംഗകരുടെ കഴിവല്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അനേക രോഗികൾ സൗഖ്യമായിട്ടുണ്ടില്ലേ? ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ആ ദേശത്ത് പിന്നെ രോഗികളെ ഉണ്ടായിരുന്നില്ലേ? മുഴുവൻ രോഗികളെ ഓടി നടന്നങ്ങ് സൗഖ്യമാക്കിയോ? ഇല്ല. മരിച്ച ചിലരെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലേ? അതുകൊണ്ട് ആ നാട്ടിൽ ആരും മരിക്കരുതെന്ന് പറഞ്ഞ് കർത്താവ് കറങ്ങി നടക്കുമായിരുന്നു മരിച്ചവരുണ്ടോരും തപ്പി ഉയർപ്പിക്കാൻ വേണ്ടി. ആണോ? അല്ല. പിന്നെന്താ കാര്യം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടേണ്ടടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് ദൈവം ചെയ്യുന്നതാ. ഇത് പ്രസംഗകരെ മഹത്വമാക്കി എടുത്താൽ അപകടമാണ്. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുക. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് ആത്മാവിൽ വിവേചിച്ച പൗലോസ്ലീഹ അവനോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. എന്ത് സംഭവിച്ചു? വായിച്ചേ. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. എന്ത് സംഭവിച്ചു? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ആ വാക്കൊന്നുകൂടെ പറഞ്ഞ മോനെ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം വെളിപ്പെട്ടാൽ മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടക്കും. അതാ ദൈവിക സൗഖ്യം. ഹല്ലേലൂയ. ആ സൗഖ്യത്തിൽ ആ ദൈവ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ സൗഖ്യം. പക്ഷേ ഇത് ഇന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പരിഹാസ വിഷയമാക്കി മാറ്റിക്കളഞ്ഞു കുറേ പ്രസംഗകർ. എന്താ കാര്യം? ഗർഭം മുതൽ മുടന്തനായവനോട് സൗഖ്യമാകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ അമ്മാതിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടും കേട്ടും വിശ്വസിച്ചും പിൻപറ്റിയ പെന്തക്കോസ്ത് തലമുറയുടെ നടുവിൽ ഇറങ്ങിത്തിരിച്ച പുതിയ പ്രസംഗകര് ആ ദൈവപ്രവൃത്തിയെ വികലമാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ബ്രദറെ സൗഖ്യമായിട്ടുണ്ട്, വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങ് നടന്നോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ സാക്ഷാൽ ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇതൊക്കെ ദൈവമക്കൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നല്ലതല്ല, ദോഷമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇൻസ്റ്റാൾമെൻ്റ് അല്ല. നാളൊരു പെണ്ണുമ്പിള്ള പറഞ്ഞു, ഞാൻ ബ്രദറിൻ്റെ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വയറ്റിൽ 16 മുഴയുണ്ടായിരുന്നു. ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ 8 എണ്ണം പോയി. എന്നാൽ പിന്നെ ബ്രദറിൻ്റെ ചർച്ചിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞായറാഴ്ച ചർച്ചിൽ ചെന്നപ്പം ബാക്കി 8 എണ്ണം അവിടെ വെച്ച് പോയി. ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ചിലർക്ക് ഇപ്പോഴും ഞാനിതൊക്കെ പറയുമ്പോൾ വിഷമമാണ്. നിങ്ങൾ പറയും, അയ്യോ പാസ്റ്ററെ പബ്ലിക്ക് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പബ്ലിക്ക് കാണുന്നില്ലേ? ഈ പബ്ലിക് ഇതെല്ലാം കണ്ടിട്ട് ഇവരെല്ലാം മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു ധാരണയുണ്ട്, ഇതെല്ലാം പെന്തിക്കോസാണെന്നാണ് വിചാരം. മനസ്സിലാകുന്നുണ്ടോ? പൊതുജനം പെന്തക്കോസ് സമൂഹത്തെ വിലയിരുത്തുന്നത് ഈ കാണുന്ന ഈ അടൂരിലെയും കൊട്ടാരക്കരയിലെയും കോട്ടയത്തെയൊക്കെ കള്ളന്മാരെ കണ്ടിട്ട് ഇതെല്ലാം പെന്തിക്കോസാണെന്നാണ് പൊതുജനം വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ ഇനിയുള്ള കാലങ്ങളിൽ പബ്ലിക്കായി നെഞ്ചുവിരിച്ച് ജനത്തോട് പറയണം, ഇത്തരം ക്ഷുദ്രജീവികളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇനി അത് പറയേണ്ട കാലമാണ്. ഇനി അത് പറഞ്ഞാലേ ജനം സുവിശേഷം ഏറ്റെടുക്കുള്ളൂ. അല്ലെങ്കിൽ പൊതുസമൂഹം വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം പെന്തിക്കോസാന്നും പറഞ്ഞ് നമ്മളൊരു സുവിശേഷം പറയാൻ ചെല്ലുന്ന ഉടനെ അവർ ആദ്യം ചോദിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ലവൻ ഇങ്ങനെ കാണിച്ചു, മറ്റവൻ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്ഷുദ്രജീവികളൊന്നും പെന്തക്കോസ് സമൂഹവുമായിട്ടൊരു ബന്ധമില്ല. ഇത് പറയാൻ ദൈവദാസന്മാർ തയ്യാറാകണമെന്നേ, അല്ലാതെ പറയുന്ന നമ്മളെപ്പോലുള്ളവരുടെ തലയിൽ കയറി മുടക്കരുത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ എവിടെ സുവിശേഷം പ്രസംഗിക്കാൻ നിന്നാലും ജനം അത് സ്വീകരിക്കാൻ റെഡിയാ. പെന്തിക്കോസുകാർക്കുള്ള എതിർപ്പ് പൊതുജനം റെഡിയാ സ്വീകരിക്കാൻ. എന്താ? ഉള്ളത് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദൈവജനം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇൻസ്റ്റാൾമെൻ്റ് അല്ല. സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്, അത്ഭുത സൗഖ്യമാണ്, വിടുതലാണ്.
അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവ കുഞ്ഞുങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അക്ഷരീകമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് ക്യാൻസർ സൗഖ്യമായവരെ, കിഡ്നി രണ്ടും ഫെയിലായിട്ടും ഇന്നും ജീവിക്കുന്ന, മെഡിക്കൽ സയൻസിനും വിസ്മയമായി ജീവിക്കുന്ന സാക്ഷികൾ കേരളത്തിലുണ്ടെന്ന് ഉണ്ട്. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലണം. ഇവർ ഈ ടി വിയിലും യൂട്യൂബിലും ചാനലിലും ഒന്നും ആരും അറിയപ്പെടാത്ത സാധുക്കളായ ദൈവദാസന്മാര് നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ വട്ടുപിടിച്ച് ചങ്ങലക്കകത്തിട്ടിരിക്കുന്നവൻ ഒറ്റ പ്രാർത്ഥനയിൽ സുബോധം വന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി 150, 200, 300 സ്നാനം ഒറ്റ കൊളക്കടവിൽ നടക്കുക. അറിയാമോ? ദൈവപ്രവൃത്തിയാ. ഈ കേരളത്തിലെ മാജിക്കുകൾ കണ്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തേണ്ടത്. വാസ്തവമായി ദൈവത്തെ ആശ്രയിക്കുന്നവന്റെ മേൽ ഇന്നും വെളിപ്പെടുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇന്നും ജീവനുള്ളൊരു ദൈവം, പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച ഒരു മഹാദൈവത്തെയാ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തെ അറിയണം. കച്ചവടക്കാരെ കണ്ട് ദൈവത്തെ വിലയിരുത്തരുത്. ആമേൻ. കൊറോണ വന്നപ്പോൾ മാളത്തിൽ കയറിയവന്മാരല്ല. എന്തേ മിണ്ടാത്തെ? മാളത്തിൽ കയറി അല്ലേ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപാവരമുള്ള ഒരുത്തൻ കേരളക്കരയിൽ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി എന്നിട്ട് പറയായിരുന്നു, എനിക്ക് കൃപാവരമുണ്ട്, കൊറോണ ഉള്ളവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അങ്ങനെ വെല്ലുവിളിച്ച അഭിഷിക്തന്മാർ ഇതിൻ്റെ അകത്തുണ്ട് പുസ്തകത്തിൽ ഇല്ലേ? ഏലിയാവ് പറഞ്ഞു സകല ജനത്തോട് എൻ്റെ അടുക്കൽ വാ, ജീവനുള്ള ദൈവം ആരാന്ന് വെളിപ്പെടുന്നത് കാണാം, വാ പറഞ്ഞു. ഇവിടുത്തെ നടുവേനെ ഉളുക്കും പിരിപ്പും മാറ്റുന്ന സകല എണ്ണവും മക്കൾക്ക് കൊറോണ വരാതിരിക്കാൻ പിറയ്ക്കകത്ത് അടച്ചുപൂട്ടിയിരുന്നു. മനസ്സിലായോ? എന്നാൽ അതേ സമയം എല്ലാ ആശുപത്രികളും തള്ളിക്കളഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് മുറിക്കകത്ത് പോയി കതകും ജനലും അടച്ചകത്തിരുന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച എത്രയോ സാക്ഷ്യങ്ങൾ കൊറോണ കാലത്ത് മീഡിയകളിൽ നമ്മൾ കണ്ടില്ലേ? ആരാ സൗഖ്യമാക്കിയത്? ജീവനുള്ള ദൈവമാ സൗഖ്യമാക്കിയതെങ്കിൽ ആമേൻ. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറിച്ചു കളയുന്ന കള്ളന്മാരെ തിരിച്ചറിയുമ്പോൾ സകലത്തെ ഉണ്ടാക്കിയ ഉളവാക്കിയ ജീവനുള്ള ഒരു ദൈവം ഇന്നും വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന യാഥാർത്ഥ്യം കൂടെ ഇന്ന് രാത്രി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിൽ അഭിമാനമുണ്ട്. ആമേൻ. തിരിച്ചറിയണം. ആമേൻ. അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇനി പ്രധാന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഇത് ആ ദേശത്തുള്ള ആളുകളെല്ലാം കണ്ടു. ഒരു മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുന്ന കാഴ്ച പുരുഷാരം കണ്ട ആ നാട്ടിലെ ജനങ്ങൾ കണ്ടപ്പോൾ എന്ത് ചെയ്തു എന്നൊന്ന് കേട്ടെ, വായിച്ചേ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ച് ഉറക്കെ പറഞ്ഞു. അവരുടെ ഭാഷയെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ ഓടിവാടാ, നാരായണ, ഗോപാലകൃഷ്ണ, എടാ മാധവൻകുട്ടി, എല്ലാവരും ഓടിവാടാ, എടാ എന്നാടാ, എടാ ദേവന്മാരും മനുഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നടാ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അങ്ങോട്ട് നിലവിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. ബർന്നബാസിനെ ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവനെ ബുധൻ എന്നും പേർ വിളിച്ചു. ഒന്ന് ചിന്തിച്ചേ, ഒരു അത്ഭുതം നടന്ന ഉടനെ ഈ ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ തുനിഞ്ഞു. ഇതാണ് കുഴപ്പം. ഒരു അത്ഭുതം നടന്ന ഉടനെ ഈ ദൈവദാസന്മാരെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും പിടിച്ച് പുതിയ പേര് വിട്ട് ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. ഇന്ന് കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ആഴ്ച ഓരോ ആൾ ദൈവങ്ങൾ ഉണ്ടായി വരിക അല്ലേ? ഞാൻ കഴിഞ്ഞ 3 മാസം മുമ്പ് പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യന്മാരെ ചിന്തിച്ച് നോക്കിയേ. മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, പെന്തക്കോസിൻ്റെ അകത്തും ആൾ ദൈവങ്ങൾ വേണ്ട. ഇതൊക്കെ പറയുന്നുണ്ടായി ഇഷ്ടപ്പെടാത്ത, പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൾ ദൈവങ്ങൾ വേണ്ട. നമുക്കൊരു ദൈവമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം നിങ്ങൾ അയ്യോ നമുക്കിടയിൽ ആൾ ദൈവങ്ങൾ ഉണ്ടോന്ന് പിന്നെ ഉണ്ടോന്നോ? ഞാൻ ഇതേപോലെ എത്രയോ വേദികളിൽ പോയിരിക്കുന്ന മനുഷ്യന്, തോളിൽ സഞ്ചിയും തൂക്കി ട്രാക്ടറും കൊടുത്ത് വഴിയെ അലഞ്ഞ് നടന്ന് സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടുന്ന ദൈവദാസന്മാർ കൺവെൻഷൻ സ്റ്റേജിലോട്ട് കയറി വന്നാൽ ഞാൻ പലയിടത്തും ശ്രദ്ധിക്കാറുണ്ട്. ഈ ATM കാർഡ് ഉരയ്ക്കുന്ന പോലെ ചിലർ കൈ കൊടുക്കും. കൈ കൊടുത്ത് ലോണ്ടല്ല, അവിടെ അപ്പുറത്ത് അങ്ങ് മൂലയ്ക്ക് അവിടെ ഇരുന്നോളാൻ പറയും. പിന്നെ
സമർപ്പണം, ശിശുപ്രതിഷ്ഠ, ആലയ സമർപ്പണം, കല്യാണം, മരണം, ഇതിന് മാത്രം പോയി ഉള്ളത് മേടിച്ചുകൊണ്ട് വരുന്ന മോസ്റ്റ് റൈറ്റ് റവറണ്ട് വരുമ്പോൾ ദൈവം വന്ന പോലെ എല്ലാവരും എഴുന്നേറ്റ് വന്നു. ഓ, ആൾ ദൈവമല്ലേ? എന്നാ നിങ്ങളാരും മിണ്ടാത്തേ? സ്തോത്രം. ഇങ്ങനെ വല്ലപ്പോഴും ഒരു കല്യാണം നടത്താൻ പോയിട്ട് റവ കളിച്ചിരിക്കുക. പാവപ്പെട്ട ദൈവദാസൻ തെരുവിൽ നടന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളെന്നെ ബഹുമാനിക്കുന്നു, ശരി. എന്നാൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ദൈവദാസന്മാരും ഞാനും ദൈവസന്നിധിയിൽ ഒറ്റ വിലയുള്ളൂ, സുവിശേഷകന്മാരെന്ന വില, ദൈവദാസന്മാരെന്ന വില. അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് ആരും കൂടിയതുമില്ല കുറഞ്ഞതുമില്ല. ദൈവസന്നിധിയിൽ ഒന്നാണ്. ഇതിൻ്റെ അകത്ത് ആൾ ദൈവങ്ങളെ ഉണ്ടാക്കിയ നമ്മളാ. മനസ്സിലായോ? അടൂർ MLA കാണാൻ വലിയ പാടൊന്നുമില്ല, ഒരു അപ്പോയിൻമെൻ്റ് എടുത്താൽ കാണാം. നമ്മുടെ സംഘടനയുടെ നേതാവിൻ്റെ അടുത്ത് കൊച്ചിൻ്റെ കല്യാണം ഒന്ന് പറയാൻ വേണ്ടി ചെന്ന് നോക്ക്. എന്നെ ആരും മിണ്ടാതെ. സ്തോത്രം. ആരാ ആൾ ദൈവങ്ങളാക്കുന്ന ഇവരെയൊക്കെ? ചെയ്യരുത്. പൗലോസിനെയും ബർന്നബാസിനെയും പിടിച്ച ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചോ. പട്ടണത്തിന് മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളയെയും ശ്രദ്ധിച്ച് പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടി യാഗം കഴിപ്പാൻ ഭാവിച്ചു. എന്നാ അടുത്ത വാക്ക് കേട്ടെ. ദൈവാത്മാവ് അകത്തുള്ളവരെല്ലാം അടുത്ത വാക്ക് കേട്ടോ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിയെന്ന്. പൂമാലയിട്ട് സ്വീകരിക്കാൻ വരുന്നവന്റെ മുമ്പിൽ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ചോദിക്കാം, നിങ്ങൾ എന്താ ഈ കാണിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് അകത്തുള്ളവർ ചെയ്ത. എൻ്റെ ദൈവാസന്മാരെ, സത്യസന്ധമായി പറ, ഇന്നെങ്ങാനുമാണ് പൂമാല കൊണ്ട് വന്നെങ്കിൽ നമ്മൾ എന്താ പറയുക? വസ്ത്രം കീറി പൂമാല ഇടല്ലോ എന്നാണോ പറയുന്നത്? നിനക്ക് ഒരു മിനിറ്റ്, ഇടല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ ക്രൂശിച്ചോ. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ ഇത് കണ്ട് വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് അവരോട് ചോദിച്ച ചോദ്യമാണ് ഇന്ന് രാത്രി ഇടക്കാരനോട് വായിച്ചു കേൾപ്പിച്ചത്. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? നിങ്ങൾ ഈ മണ്ടത്തരങ്ങളൊക്കെ വിട്ടിട്ട്, മനുഷ്യരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. പൗലോസേ, വ്യർത്ഥമായ കാര്യങ്ങൾ വിടണമെന്ന് അങ്ങ് പറഞ്ഞു. എന്താണ് ഈ വ്യർത്ഥമായ കാര്യങ്ങൾ എന്നൊന്ന് പറയാമല്ലോ. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ മനുഷ്യൻ വ്യർത്ഥമായി ചെയ്തത് എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തി. ഒന്ന് വായിച്ചു കേട്ടെ. റോമർ 1, 21, 22, 23 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഒന്ന് ശ്രദ്ധിച്ച്. എന്താ നിങ്ങൾ വിട്ടുകളയേണ്ടെന്നല്ലേ ചോദ്യം? ഉത്തരം: മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു ദൈവമുണ്ട് എന്നറിഞ്ഞിട്ടും, സകലത്തെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്, ഈശ്വരനുണ്ട് എന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും ആ സൃഷ്ടാവിനും മഹത്വം കൊടുത്തില്ല. ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവാസന്മാരുടെ മക്കൾ പോലും ഇപ്പോൾ പറയുന്ന ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറയിലാണ്. ദൈവമില്ല. പിന്നെ ചില പിള്ളേർ പറയുന്ന ഡിങ്കനാണ് ദൈവമെന്ന്. ഏത് ഡിങ്കൻ? ഡിങ്കനെ അറിയത്തില്ലേ? നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലി, അത്രയേ ഉള്ളൂ. ഈ പുള്ളിയാണ് ദൈവമെന്ന്. ദൈവമില്ലെന്ന് പറയുന്ന തലമുറ, ഡിങ്ക ദൈവം എന്ന് പറയുന്ന തലമുറ. ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം. ഞാൻ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ അടുത്ത സമയത്തെ കരമനയെന്ന് നെയ്യാറ്റിൻകരയ്ക്ക് മീറ്റിങ്ങിന് പോയി. അപ്പോൾ 6 വരിപ്പാതയാക്കി വികസിപ്പിച്ചു. അവിടെ നല്ല രസമാണ് വണ്ടി ഓടിച്ചു പോകാൻ. നല്ല വിശാലമായി കരമന മുതൽ ബാലരാമപുരം വരെ നല്ല പാളീനായി കിടക്ക വിട്ടടിച്ചു പോകാം. നല്ല സിഗ്നൽ സംവിധാനം, 6 വരിപ്പാത ഹൈവേ, അങ്ങനെ പോകാവുന്ന വിശാലമായ സംവിധാനം. അങ്ങനെ പോയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഒരു ഭാഗം, മറു സൈഡിൽ ഇപ്പുറത്ത് അടുത്ത ഭാഗം. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവന് എതിരെ വണ്ടി വരുമെന്ന് പേടി വേണ്ട. സിഗ്നൽ സംവിധാനമുണ്ട്, എല്ലാം 1 വേ സംവിധാനമാണ്. ഇതൊക്കെ ആയിട്ടും കണ്ടു, കരമനയിൽ നിന്ന് ബാലരാമപുരം എത്തുന്നതിനിടയ്ക്ക് മിനിമം 2 വണ്ടി
അവിടങ്ങളിൽ കൂട്ടിയിടിച്ച് കിടക്കുന്നത് കണ്ടു. ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കേ, ഇത്രയും വിശാലമായ 6 വരിപ്പാത ഹൈവേയും കൃത്യമായ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ടെക്നിക്കലായിട്ടുള്ള സകല കാര്യങ്ങൾ അറിയുന്ന വണ്ടിയും അതിനനുസരിച്ച് കഴിവുള്ള ഡ്രൈവർമാരുണ്ടായിട്ടും 2 അവിടെ കൂട്ടിയിടിച്ച് കിടക്കുമ്പോൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി ആകാശമണ്ഡലങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ആകാശമണ്ഡലങ്ങളിൽ ഭ്രമണപഥങ്ങളിൽ സൗരയൂഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവറുണ്ടോ? ഉണ്ടോ? ഡെയിലി 2 വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുവാണോ? ആണോ? അല്ല. ഇതൊക്കെ കൃത്യമായ നിലവാരത്തിൽ, അതിൻ്റെ കൃത്യമായ ആനുപാതികത്തിൽ അതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തന്റെ കരം ഇതിന്റെ പുറകിലുണ്ട്. അവനാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച ജീവനുള്ള ദൈവം. മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വം കൊടുക്കാതെ, ആ സൃഷ്ടാവിനെ നമസ്കരിക്കാതെ മനുഷ്യൻ വ്യർത്ഥമായത് ചെയ്തു എന്ന്. എന്താണ് വ്യർത്ഥമായത്? വായിച്ചുകൊണ്ട് അടുത്തത്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരു ഇരുട്ട് പ്രവേശിച്ചു. ഒന്ന് ഓർത്തു വെച്ചോ, ഞാൻ പിന്നാലെ പറയാം ഈ ഇരുട്ടിനെ കുറിച്ച്. ഈ ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ എന്തു ചെയ്തു? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഈ ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ അവന്റെ തലച്ചോറിന്റെ അകത്തൊരു ചിന്ത വന്നു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. ജ്ഞാനി എന്ന് പറഞ്ഞു. ഇരുട്ട് ഹൃദയത്തിൽ കയറിയപ്പോ തലച്ചോറ് പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, എന്നെ ഒരുത്തനും പഠിപ്പിക്കാൻ വരണ്ട, ഇതൊക്കെ എനിക്കറിയാമെന്നൊരു ചിന്ത മനുഷ്യന്റെ അകത്ത് കയറി. ജ്ഞാനികളെന്ന് പറഞ്ഞു, പക്ഷെ അവൻ മൂഢനായി തീർന്നു. എന്തുകൊണ്ട്? അടുത്ത വാക്ക് കാത് തുറന്ന് കേട്ടോണം. ഇടക്കാട്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തെ മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ? മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, സകലത്തെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവ്, ഒരു ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചു. ആർക്ക് പങ്കുവെച്ചു? സൃഷ്ടികൾക്ക് പങ്കുവെച്ചു. ഏത് സൃഷ്ടിക്ക്? മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പോൾ ഇവിടെ ആൾ ദൈവങ്ങൾ ഉണ്ടായി. മനുഷ്യൻ മനുഷ്യനെ പിടിച്ച് ദൈവങ്ങളാക്കി. അത് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ട. സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞാൽ മതി. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഉറക്കെ പറ. ദൈവം. ചോദ്യം തിരിച്ചു ചോദിക്കുക, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? മനുഷ്യൻ. അതാണ് പ്രശ്നം. ഡിഗ്രി ഒന്നും വേണ്ട ഇത് മനസ്സിലാക്കാൻ. തലയ്ക്കൊക്കെ താഴ്താമസമുള്ള ഏതൊരുത്തരും മനസ്സിലാകും, ഈ പ്രപഞ്ചത്തെ, ഇതിൽ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തെ മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്നു പോലും. എടാ, ബോധമുണ്ടോടാ മനുഷ്യ? നീ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ നിലത്ത് കിടക്കുന്ന പേട്ട് മനുഷ്യനാണ് സർവശക്തനായ സൃഷ്ടാവിനെ ഉണ്ടാക്കുന്നത്. എടാ, നീ എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ നിലത്ത് കിടക്കും. എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും ഈ ശ്വാസം ഒന്ന് വിടാൻ പറ്റാതെ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ അത്രയധികം ഓക്സിജൻ ഉണ്ടായിട്ട് എത്ര എണ്ണം ആശുപത്രി വരാന്തേ കിടന്ന് വലിക്കുന്നില്ലേ? വലിക്കുന്നില്ലേ? വലിക്കും. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം ഒന്ന് കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ തീർന്നില്ലേ? ഈ പേട്ടും മനുഷ്യനാണ് സകലത്തെയും നിർമ്മിച്ച ദൈവത്തെ നിർമ്മിക്കാൻ തുനിയുന്നത്. ഇതിലും വലിയ വിവരക്കേട് വേറെയുണ്ടോ? ഒന്ന് ചിന്തിക്ക്. ഇതിനെന്തിനാ ഡിഗ്രി? ഇതിനെന്തിനാ വലിയ നോളജ്? മിനിമം തലയ്ക്കൊക്കെ താഴ്താമസമുള്ളവന് മനസ്സിലാകത്തില്ലയോ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് പങ്കുവെച്ചു. മനുഷ്യന് മഹത്വം കൊടുത്തു. ആൾ ദൈവങ്ങൾ ഉണ്ടായി. പിന്നെന്താ പറഞ്ഞത്? മനുഷ്യൻ പിന്നെന്താ? അല്ല, മനുഷ്യൻ, പക്ഷി. പക്ഷിക്ക് മഹത്വം കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നവരും നാട്ടിലുണ്ട്. അടുത്തത് നാൽക്കാലിക്ക് മഹത്വം കൊടുക്കുന്നവർ നാട്ടിലുണ്ട്. അടുത്തത് ഇഴജാതിക്ക് മഹത്വം കൊടുക്കുന്നവർ നാട്ടിലുണ്ട്. ഇന്ന് വരെ ഒരു പാമ്പ് ഒരാളെ കടിച്ചിട്ട്, സോറി ആൾ മാറിപ്പോയി പ്ലീസ്, അങ്ങനെ പറഞ്ഞൊരു ചരിത്രം നമ്മളാരും ഇന്ന് വരെ കേട്ടിട്ടില്ല. അല്ലേ? എന്നാ മിണ്ടാത്തേ? എന്നാ പിന്നെ ഈ ദൈവം ഭക്തനെ കാണാൻ വീട്ടിൽ വരുമ്പോൾ പറയണ്ടേ, ഏഴയായ അടിയൻ്റെ വീട്ടിൽ വരാൻ അടിയൻ എന്തുള്ളൂ എന്നല്ലേ ചോദിക്കേണ്ടത്? അതിന് പകരം ബാബാ സുരേഷിനെ വിളിക്കുന്നതിന്
എടാ മനുഷ്യ, നിന്റെ തലയ്ക്കകത്ത് ബോധമുണ്ടെങ്കിൽ തിരിച്ചറിയ്, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചെന്ന്. അതാണ് ഈ വ്യർത്ഥമായ കാര്യം എന്ന് പറയുന്നത്. സകലത്തെയും നിർമ്മിച്ചൊരു ഈശ്വരനുണ്ട്, സകലത്തെയും പടച്ചുണ്ടാക്കിയ ഒരു പടച്ചവനുണ്ട്, സകലത്തെയും നിർമ്മിച്ചൊരു നിർമ്മാതാവുണ്ട്. ഇന്ന് ഈ കാണുന്ന ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തനായ സൃഷ്ടാവുണ്ട്. ആ ദൈവത്തെ മനുഷ്യൻ മഹത്വം കൊടുക്കേണ്ടതിന് പകരം ആ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യന് മഹത്വം കൊടുത്തു. മനുഷ്യൻ പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയ്ക്ക് മനുഷ്യൻ മഹത്വം കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് ഇപ്പോഴും മഹത്വം കൊടുക്കുന്നു. ഇല്ലയോ അച്ഛാ? നിങ്ങൾക്കറിയത്തില്ലേ? നാൽക്കാലി ഏതാ? കുതിര. മനുഷ്യൻ അതിൻ്റെ മേലെ, ഇഴജാതി അതിൻ്റെ കീഴെ. അപ്പം നിങ്ങൾ ചോദിക്കും പക്ഷിയോ എന്ന്. വീട്ടിൽ പോയി പടത്തിൽ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കണം. ഇഴജാതിക്ക് 2 ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്. നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടി വെച്ച് എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ജനിച്ചതേ ക്രിസ്ത്യാനി. നാണമില്ലേ നിനക്ക്? സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് പങ്കുവെച്ചു മുക്കിനും. ഇന്നലെ ഞാനൊരു യാത്ര പോയപ്പം ഒരു പള്ളിയുടെ മുമ്പിലെത്തി. ക്രിസ്ത്യാനിയുടെ പള്ളിയാണ്, പക്ഷേ പള്ളിയുടെ മുമ്പിലെത്തിയപ്പം ചെവി കേൾക്കാൻ ഗ്ലാസ് താത്തി നോക്കിയപ്പോൾ ഡി ജെ ഡാൻസ് നടക്കുന്നു. ഞാൻ വിചാരിച്ചു യേശു എങ്ങാനും ബ്രേക്ക് ഡാൻസ് കളിക്കുമായിരിക്കും അവിടെ. ഡി ജെ മനസ്സിലാകുന്നുണ്ടോ? എന്നാ മിണ്ടാത്തെ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളച്ചു. എന്നിട്ട് പുരോഹിതന്മാർ പറയുകയാണ്, പെന്തിക്കോസുകാരന്റെ പ്രസംഗം കേൾക്കാൻ പോയാൽ നിന്നെ പള്ളി വിലക്കുവെന്ന്. എന്ന് പറഞ്ഞാൽ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത തിരുവെഴുത്ത് കേൾക്കാൻ പോയ പ്രശ്നം പള്ളിക്കകത്ത് റിമീട്ടോമിയുടെ ഗാനമേള വയ്ക്കാൻ കുഴപ്പമില്ലെന്ന്. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചിരിക്കുന്ന വ്യർത്ഥമായ കാര്യം സൃഷ്ടിയായ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. എന്തുകൊണ്ട്? മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു. അതുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം അകത്തോട്ട് കയറാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതിരിപ്പാൻ ഈ ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി വച്ചിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് മനുഷ്യന് മോക്ഷം പ്രാപിക്കണം. മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ അറിയാതെ വണ്ണം അവന്റെ ഹൃദയത്തെ കുരുടാക്കി വച്ചിരിക്കുന്ന ഈ ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് മോക്ഷം പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം. ആ ഇരുട്ടിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഏതാണ് ആ ഇരുട്ട്? ആ ഇരുട്ടാണ് സുഹൃത്തേ പാപം. അതുകൊണ്ടാണ് പെന്തിക്കോസ് ഉപദേശമാർക്ക് കല്യാണത്തിനായാലും മരണത്തിനായാലും പാലുകാച്ചിനായാലും എവിടെ മൈക്ക് കൊടുത്താലും അവർ വിളിച്ചു പറയുന്നൊരു വാചകമുണ്ട്, മനുഷ്യ നീ പാപിയാണ്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചിരിയാ, തമാശയാ. ചുമ്മാ യവന്മാർ വിളിച്ചു പറയും മനുഷ്യൻ പാപിയാ. ചുമ്മാതാന്ന്, മനുഷ്യൻ പാപിയൊന്നുമല്ലെന്ന്. മനുഷ്യൻ പാപിയല്ലെന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇടയ്ക്കാട് പാപിയുണ്ടോ ഇല്ലയോ എന്ന്. ഇതിനെ അന്വേഷിച്ചു പോന്നേ. കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി വെച്ചാൽ വീട്ടിൽ പോന്നേ. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിട്ടല്ലേ ഉറങ്ങിയേ അല്ലേ? സഹോദരിമാരോട് ചോദിക്ക്. ഇപ്പൊ നാട്ടിലുള്ള സഹോദരിമാരോട് ചോദിച്ചാൽ പറയും രാത്രി കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പൊ കഥകിന്റെ പുറകെ ചട്ടിയും കലവും വാരി അടിച്ചു വെച്ചാ ഉറങ്ങുന്നതെന്ന്. ആരെ പേടിച്ചാ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പറ. പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചു. കുറുവാസംഘം അല്ലേ? ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചു. മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കാലത്തല്ലേ ഞാൻ നിങ്ങളും ജീവിക്കുന്നത്? എന്തുകൊണ്ട്? മനുഷ്യൻ പാപിയാണ്. അവന്റെ അകത്തിരിക്കുന്ന പാപം എന്ന് പറയുന്ന വിഷം ഏതു സമയത്ത് പുറത്തു വരുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളായ നാട്ടുകാർ പറ, 10 മാസം വയറ്റിൽ ചുമന്ന നൊന്ത് പ്രസവിച്ച ആ പെറ്റതള്ളയുടെ കഴുത്തറുത്തു മാറ്റാൻ ഒരു 15-കാരനെ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ? പറ. ആണോ? ഞങ്ങൾ ചങ്ക, പണ്ട് തൊട്ടേ ചങ്ക, ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ ഉറങ്ങി വളർന്നതാണെന്നൊക്കെ പറയുന്ന ചങ്ക് കൂട്ടുകാർ ഒരു കുപ്പി മദ്യം പൊട്ടിച്ച് അടി തുടങ്ങി. കുപ്പി അടിച്ചു തീർന്നപ്പോൾ ചങ്കിന്റെ കഴുത്തറുത്തു. വായിച്ചില്ലേ? ഏതെങ്കിലും ഈശ്വരന്മാരുടെ ആത്മാവാണോ പ്രേരിപ്പിച്ചത്? പറ. ഒരമ്മയുടെ പള്ളക്കകത്ത് കിടന്ന് ഒരുമിച്ച് വളർന്ന് പുറത്തു വന്ന കൂടപ്പിറപ്പായ സ്വന്തം പെങ്ങളെ ഉപദ്രവിക്കുവാൻ, പീഡിപ്പിക്കുവാൻ കൂടപ്പിറപ്പായ ചെറുപ്പക്കാരനെ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും ഈശ്വരന്മാരുടെ ആത്മാവാണോ? പറ.
അങ്ങനെയെങ്കിൽ ഓരോ പ്രഭാതത്തിലും കണ്ടും കേട്ടുമിരിക്കുന്ന സകല തിന്മകളിലേക്കും മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുന്ന ആ അദൃശ്യ ശക്തിയാണ് പാപം. മനുഷ്യൻ പാപത്തിന്റെ പിടിയിലാണ്. ഈ പാപം അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, സകല തിന്മകളിലേക്ക് അവനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഇതിൽ നിന്നൊരു മോക്ഷം? പെന്തിക്കോസ് ഉപദേശിമാരെ, നിങ്ങൾ കടന്ന് കൂവണ്ട, ഞങ്ങൾ ഇതിന് മോക്ഷം കണ്ടോളാം. എങ്ങനെ? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിനൊരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാടിനെ രക്ഷിക്കാം, ആർക്കും പറ്റും. പക്ഷേ പാപം ഒരു മനുഷ്യനല്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാടിനെ രക്ഷിക്കാം, പറ്റില്ല. കാരണം എന്താ? പാപം ഒരു വസ്തുവല്ല. പാപം ഒരു വടവൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാടിനെ രക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. മറിച്ച് മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം. ഈ ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപത്തിലാണ്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. സർവ്വ മനുഷ്യനും പാപത്തിന്റെ അടിമത്തത്തിൽ വീണു. ഇതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. ഈ പാപം എന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി കാലങ്ങളായി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. മോക്ഷത്തിനായി അവർ ദൈവത്തോട് നിലവിളിച്ചു. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി, തീർത്ഥയാത്രകൾ നടത്തി, പുണ്യകർമ്മക്രിയാദികൾ നടത്തി. കിട്ടിയില്ല മോക്ഷം. എന്തിനധികം പറയുന്നു? മോക്ഷം തേടി കൂടപ്പിറപ്പായ മനുഷ്യനെ കണ്ടിച്ച് കഷ്ണം കഷ്ണമാക്കി നരബലി കൊടുത്തു നോക്കി പത്തനംതിട്ട ഇലന്തൂരിൽ. മോക്ഷം കിട്ടിയോ? കിട്ടിയോ? ഇല്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുന്നു. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷം കിട്ടിയോ? കിട്ടിയില്ല. മോക്ഷം തേടി കാലങ്ങളായി നിലവിളിച്ചു. മോക്ഷം തേടി ഇന്നും മനുഷ്യൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓടി കാറുള്ളവനും ഓടിപ്പോകുന്നവനും മോക്ഷം തേടി അലയുന്നു ഓരോ പ്രാവശ്യവും. ഈ കഴിഞ്ഞ മാസം എൻ്റെ ഒരു കൂട്ടുകാരനെ വഴി വെച്ച് കണ്ടു. മോക്ഷം തേടിയുള്ള യാത്ര കഴിഞ്ഞവൻ വരിക. അളിയ എങ്ങനെ ഉണ്ടായിരുന്നു അളിയ യാത്ര? അടിപൊളി യാത്രയായിരുന്നു അളിയ, സൂപ്പറായിരുന്നു. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല അളിയ, അടുത്ത വർഷം പോകണമെന്ന്. മോക്ഷം തേടി അലയുക. മനുഷ്യൻ മോക്ഷം തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മക്രിയാദികൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യന്റെ അകത്തും പാപമെന്ന ഇരുട്ട് പ്രവേശിച്ചു. സകല മനുഷ്യനും മോക്ഷം തേടി നടക്കുന്നു. എവിടെ കിട്ടും മോക്ഷം? നിലവിളി തുടങ്ങി, ദൈവത്തോട് യാചന തുടങ്ങി, മനുഷ്യൻ മോക്ഷം അന്വേഷിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെ മനുഷ്യൻ പാപിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ, അതിന് ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യ. വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപത്തിലാണ്. എന്തുകൊണ്ട് സർവ്വ മനുഷ്യരും പാപിയാകുന്നു? ക്രിസ്ത്യാനി മാത്രം ആയാ പോരെ? പോരാ. എന്തുകൊണ്ട് പോരാ? വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 17:26 വായിച്ചോ, വേഗത്തിൽ അവസാനിപ്പിക്കാം. വായിച്ചോ 17:26. എന്തുകൊണ്ട് സകല മനുഷ്യരും പാപിയാകുന്നു? ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അല്ല കുഞ്ഞെ, കുടിയിരിപ്പാൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. ഒന്ന് ശ്രദ്ധിച്ചേ മലയാളി, ഒന്ന് ശ്രദ്ധിച്ചേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവം എന്ന് പറയുന്ന പുള്ളി, സൃഷ്ടാവെന്ന് പറയുന്ന പുള്ളി, പടച്ചവൻ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി ആരാ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല. ഏതെങ്കിലും ഒരു വില്ലേജിൽ ഒതുക്കാൻ പറ്റുന്നവൻ അല്ല. ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്നവനല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. ഒന്ന് ശ്രദ്ധിച്ചോ, ദൈവം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളിയൊന്നും അല്ല ദൈവം. മനസ്സിലായോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ പറയുന്നതനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, ശരി സെട്ട, അങ്ങനെ ചെയ്യാ സെട്ട എന്നവൻ പറയും. അതുപോലെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം തുള്ളുന്നവനല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈശ്വരൻ, സകലത്തെയും ചമച്ചുണ്ടാക്കിയ സൃഷ്ടാവ് ദൈവം. ആ ദൈവം മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനല്ല, സകലത്തെയും നിയന്ത്രിക്കുന്ന മഹാദൈവം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ. എവിടാ ദൈവം കുടിയിരിക്കുന്നത്? ഈ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ഏത് കെട്ടിടത്തിലാ? ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടമുണ്ടോ ദൈവത്തിന് കുടിയിരിക്കാനെന്നൊരു ചോദ്യം വരും. ദൈവം എവിടാ കുടിയിരിക്കുന്നത്? 17:24 ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. കെട്ടിടങ്ങളിൽ അല്ല ദൈവം വസിക്കുന്നത്. ആണോ? മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം. ആണോ ദൈവമക്കളെ?
ഇത് തിരിച്ചറിയാൻ എന്തിനാണോ ഡിഗ്രി? ഒരു ചെറിയ സംഭവം, ഒരു കാര്യം പറയാം. സാധാരണ ജനങ്ങളാണല്ലോ പരിസരത്ത് കേൾക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചോദ്യം ചോദിക്കും, സത്യമേ പറയാവൂ, സത്യമേ പറയാവൂ. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു ഇല്ലേ? പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? ഉള്ളത് പറ. പോയില്ലേ? പോയി. അപ്പം ചാക്കോച്ചൻ പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുക. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ താപ്പോട്ട് വരുന്നുണ്ട്. സത്യസന്ധമായി ഉത്തരം പറയണം. ചാക്കോച്ചൻ നിലവിളിച്ചത് എങ്ങനായിരിക്കും? ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് എൻ്റെ വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യം പറ. എന്നെ രക്ഷിക്കുന്നല്ലേ? അപ്പോൾ ഹെലികോപ്റ്റർ താന്നു വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് രക്ഷിച്ച് ദുരിതാശ്വാസ കമ്പി കൊണ്ടുപോയി ആക്കി. ഓക്കെ. 2 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇതിൽ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. എടാ മണ്ടൻ മലയാളി, നിനക്കെന്ന് നേരം വെളുക്കും? ഇതേ കൂടുതൽ എങ്ങനെയാ പറയുന്നത് പാസ്റ്ററെ? മനസ്സിലായോ? ഇതാ മനുഷ്യൻ്റെ ബോധം എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ലോകവും അതിലുള്ള സകലത്തെ ഉണ്ടാക്കിയ സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ മനുഷ്യൻ്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിലല്ല കുടിയിരിക്കുന്ന. പിന്നെ ഇവിടെ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എൻ്റെയും നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ വസിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ആശിക്കുന്നത്. അതുകൊണ്ട് ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും മനുഷ്യൻ ഉണ്ടാകണം. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെങ്കിൽ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ മനുഷ്യൻ ഉണ്ടാകേണ്ടതിന് ഒരുത്തനിൽ നിന്ന്, വായിച്ചത് അങ്ങനെയാ, ഒരുത്തനിൽ നിന്ന്. ആരാണ് ഒരുത്തൻ? ആദം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉണ്ടാക്കി. ക്രിസ്ത്യാനിയെ ഉണ്ടാക്കിയെന്നല്ല, മുസൽമാനെ ഉണ്ടാക്കിയെന്നല്ല, ആമേൻ, ഹൈന്ദവനെ ഉണ്ടാക്കിയെന്നല്ല, മറിച്ച് മനുഷ്യജാതിയെ ഉണ്ടാക്കി. സ്വർഗത്തിലെ ദൈവം ജാതിയും മതവും തിരിച്ചിട്ടില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് നോക്കിയാൽ ഹിന്ദുവിനെ കാണുന്നില്ല, മുസൽമാനെ കാണുന്നില്ല, ക്രിസ്ത്യാനിയെ കാണുന്നില്ല, ആണും പെണ്ണുമേ കാണുന്നുള്ളൂ. ബാക്കി നാശകോടാലി മുഴുവൻ ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കിയതാ. ദൈവം ജാതി മതവും വേർതിരിച്ച് സൃഷ്ടിച്ചില്ല. പകരം ഒരുത്തനിൽ നിന്ന്, ആദാമ്യ രക്തത്തിൽ നിന്ന്, കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. ഇത് പ്രസംഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിന്റെ ഉടമയാണെന്ന് പ്രസംഗിച്ചാൽ മോശമാണോ? അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതൊക്കെ ചുമ്മാ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുമല്ലേ? അല്ല. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തോ? എന്നാ പിന്നൊന്ന് തെളിയിച്ചേ. പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിലെടുക്ക്, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു ലാബിലോട്ട് കൊണ്ടു കൊടുക്കുക. മിടുക്കി പെമ്പിളേര് 10 മിനിറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു വെളിയിലോട്ട് വെക്കും. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്ക്. ഒന്നിലിവിടെ അടുത്ത അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്ക്. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവലെ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, അപ്പുറത്തിരിക്കുന്ന മുസ്ലിം, പിന്നെ പുരോഹിതൻ. തരുവോടോ? ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. അതവിടെ ഇരിക്കട്ടെ. പിള്ളേരിറക്കി വന്നിട്ട് പറയും, മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ, കേട്ടില്ല, മനുഷ്യൻ്റെ രക്തം. ഒറ്റ രക്തമല്ലേ? രക്തം കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പോയി ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി, തലപൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ 1 കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കും? തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി കൊടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ടമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP ആണ്. ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, ഉണ്ടോന്ന്? ഇല്ല. അന്നേരം ആർക്കും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഉണ്ടോ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചുപോയി. മനോരമയെ പരസ്യം ചെയ്തു, കിഡ്നി വേണം. പരസ്യം കണ്ടുവന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ, പുള്ളിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോടോ? മനുഷ്യ, ഉണ്ടോ? പിന്നെ എന്തിനാ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കണേ? ഒറ്റ രക്തമല്ലേ? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമാണെന്ന് തിരിച്ചറിഞ്ഞ്
അവനെ തോളോട് തോൾ ചേർത്ത് പിടിച്ച് ഇവൻ എൻ്റെ അപ്പൻ്റെ സൃഷ്ടിയാണ്, ഇവനെയും എന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, ഇവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത്. ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം ആരുടെയും ജാതിയും മതവും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശമല്ല, പേര് മാറ്റുന്ന സന്ദേശമല്ല. മറിച്ച് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളോട് തോൾ ചേർത്ത് പിടിച്ച് സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കിയാണ് സുവിശേഷം ഞങ്ങളെ മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഈ പൊതുവേദിയിൽ നിന്നുകൊണ്ട് പറയാം, ഈ പന്തലിലോട്ട് ഇപ്പൊ കാവിയുടുത്തോ തൊപ്പിയിട്ടോ കൊന്തയിട്ടോ ഒരുത്തൻ കയറി വന്നാൽ ദാ ഈ നിരന്നിരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവനെ ആദ്യം വിളിക്കുന്ന പേര് എന്തായിരിക്കും ഭാഷേ? ബ്രദർ, സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടാണ് സുവിശേഷം ഞങ്ങളെ മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇടയ്ക്കാടിനോട് പറയാം, പേരല്ല, മതമല്ല, ജാതിയല്ല, സർട്ടിഫിക്കറ്റ് അല്ല തിരുത്തപ്പെടേണ്ടത്. സകലത്തെയും ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെയും ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെയും ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കി മനുഷ്യന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. ഇത്ര മഹത്വമുള്ളൊരു സന്ദേശം അല്ലേ ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? അല്ലാതെ വർഗീയതയാണോ പ്രസംഗിക്കേണ്ടത്? ഞങ്ങൾ പറയുന്നു ഒറ്റ രക്തത്തിൻ്റെ ഉടമയാണ് മനുഷ്യൻ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉപദേശിമാരെ നോക്കി നാട്ടുകാർ പറയുന്നത്, യവന്മാർ നാണവും മാനവും ഇല്ലാത്തവന്മാരുടെ ആര്? ഈ വെന്തിക്കോസേ തന്നെ. യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെയും വലിഞ്ഞു കയറി വരുമെന്ന് നാണവും മാനം ഇല്ലാത്തവന്മാർ. സത്യമല്ലേ? അതല്ലേ പാസ്റ്ററെ? നമ്മൾ നാണം ഇല്ലാത്തവന്മാരല്ലേ? സത്യ. എന്നാ സഹോദര കേട്ടോ, നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെയും നാണമില്ലാതെ വലിഞ്ഞു കയറി പ്രാർത്ഥിക്കട്ടെ സഹോദര എന്ന് ചോദിക്കാൻ കാര്യം എന്തെന്നറിയാമോ? നീ എൻ്റെ കൂടപ്പിറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ട്, നീ എൻ്റെ അപ്പൻ്റെ മകനാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ട്, നീ കള്ളു കുടിച്ച് നടക്കുമ്പോൾ, നീ കഞ്ചാവ് അടിച്ച് നടക്കുമ്പോൾ, നിന്റെ കുടുംബം തകർന്നു പോകുമ്പോൾ, നീ തുണിയില്ലാണ്ട് ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ ജീവിതം നശിച്ചു പോകുന്ന കാണുമ്പോൾ, ഹൃദയത്തിൻ്റെ അകത്ത് നിന്റെ രക്തബന്ധങ്ങൾക്കുണ്ടാകാത്തൊരു വേദന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തരുന്നത് കൊണ്ടാണ് നാണമില്ലാതെ പിന്നെയും നിന്റെ അടുക്കൽ വലിഞ്ഞു കയറി വരുന്നത്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം സകല മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കൂരിട്ടായി പടർന്നു കയറിയപ്പോൾ മനുഷ്യൻ മോക്ഷത്തിനായി ഈശ്വരന്മാരോട് നിലവിളിച്ചു. പുരാണങ്ങളിൽ ആ നിലവിളി രേഖപ്പെടുത്തി. അസതോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യോമാം അമൃതംഗമയ. എന്താ അർത്ഥം? സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ. മനുഷ്യൻ നിലവിളിച്ചു. ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചാൽ ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തങ്ങളിൽ ഒന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ല റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. ക്രിസ്ത്യാനിയോട് ചോദിക്കുക, ശരിയാണോ? പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്. ഈ പാപം എന്ന ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന മനുഷ്യന്റെ നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്രേ ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ആവർത്തിച്ച് വിളംബരം ചെയ്യട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷിതിയിലില്ലവേ ഇല്ല. ആകയാൽ ദേശത്തോട് വിളിച്ചു പറയട്ടെ, മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ.